നാലാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ് രാജ്യത്ത്. വലിയ പ്രതീക്ഷയോടെ ബി.ജെ.പിയും ഒപ്പം ഇപ്പുറത്തുള്ള പ്രതിപക്ഷ കക്ഷികളും നേരിടുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇത്, അല്ലെങ്കിൽ നേരിട്ട അഭിമുഖീകരിച്ച ഘട്ടം കൂടിയാണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ഒറ്റയ്ക്ക് അവരുടെ അജണ്ടകൾ കൊണ്ടുവരികയും ബാക്കി എല്ലാവരും ആ അജണ്ടയുടെ ഭാഗമാകുകയും ചെയ്യുക എന്ന പതിവ് രീതി നമ്മൾ കാണുന്നില്ല. കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായ ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന ടാഗ് ലൈനിനെ, എന്ന മുദ്രാവാക്യത്തെ ചോദ്യം ചെയ്യുന്നു. 75 വയസ്സു കഴിഞ്ഞാൽ സ്വാഭാവികമായും ബി.ജെ.പിയിലെ അലിഖിത നിയമപ്രകാരം മാർഗനിർദ്ദേശക് മണ്ഡലിലേക്ക് മാറാൻ പോവുകയാണ് നരേന്ദ്രമോദി. അങ്ങനെ ഒരു മോദിയുടെ പേരിൽ ഉണ്ടാക്കുന്ന ഗ്യാരണ്ടിയെ നിങ്ങളെങ്ങനെ വിശ്വസിക്കും എന്നതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ചോദ്യം. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് കാതുകൊടുക്കാത്ത ബി.ജെ.പിക്കും അതിന്റെ നായകർക്കും പക്ഷെ അതിവേഗത്തിൽ അതിൽ വന്ന് മറുപടി പറയേണ്ടി വന്നു. മറുപടി തുറന്നുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്നു. സത്യത്തിൽ മോദിക്ക് ഗ്യാരണ്ടി എന്ന സാധാരണ നിലയ്ക്ക് ബി.ജെ.പി ഒരു നിലയ്ക്കും അവലംബിക്കാത്ത വ്യക്തികേന്ദ്രീകൃതമായ മുദ്രാവാക്യങ്ങൾ ഇത്തവണ എടുത്തണിയുമ്പോൾ അതിനെ എക്സ്പോസ് ചെയ്യാനുള്ള പ്രതിപക്ഷ ശ്രമങ്ങൾ എന്തുമാത്രം വിജയിക്കുന്നുണ്ട്? തുടക്കത്തിലുണ്ടായിരുന്ന 400-ലപ്പുറവും ഞങ്ങൾ പോകുമെന്ന അമിതാത്മവിശ്വാസം ബി.ജെ.പിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ജനങ്ങൾക്കിടയിലേക്ക് അസാധാരണമായ ഒരു മുന്നേറ്റം നടത്താൻ പ്രതിപക്ഷ സഖ്യത്തിന് കഴിയുന്നുണ്ടോ? അതോ അതിനുമപ്പുറം ഈ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വിൽപ്പന മൂല്യമുള്ള ബ്രാൻഡ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന പ്രധാനമന്ത്രി മാത്രമാണോ? മോദി തന്നെയാണോ അവസാനം വലിയ ചിരിക്കാൻ പോകുന്നത്? ഈ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ സ്പെഷ്യൽ എഡിഷനിൽ. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ശ്രീ രാജു പി നായർ, കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി, പ്രിൻറ്റു മഹാദേവ് ബി.ജെ.പിയിൽ നിന്ന്, ശ്രീ എം പ്രശാന്ത് ഡൽഹിയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ് ഈ ചർച്ചയുടെ ഭാഗമാകുന്നത്. ആദ്യം പ്രിൻറ്റു, 75 വയസ്സു കഴിഞ്ഞാൽ മുതിർന്ന നേതാക്കൾ എല്ലാവരും മാർഗനിർദ്ദേശക മണ്ഡലിലേക്ക് മാറുക എന്നതാണ് ബി.ജെ.പിയിൽ നമ്മൾ 2014 ശേഷം കണ്ടുവരുന്ന ഒരു രീതി. മോദിയേക്കാൾ വലിയ നേതാവായിരുന്ന എൽ.കെ. അദ്വാനി പോലും മാർഗനിർദ്ദേശക മണ്ഡലിലേക്ക് മാറി, മുരളി മനോഹർ ജോഷി മാറി, പലരും മാറുന്നുണ്ട്. സോ മോദിയുടെ പേരിലുള്ള ഗ്യാരണ്ടി അടുത്ത വർഷം സെപ്റ്റംബറിൽ അവസാനിക്കില്ലേ? മോദി മാർഗനിർദ്ദേശക മണ്ഡലിലേക്ക് മാറില്ലേ എന്ന ചോദ്യം സത്യത്തിൽ നിങ്ങളെ വെട്ടിലാക്കുന്ന ചോദ്യമല്ലേ? ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയല്ലല്ലോ ബി.ജെ.പിയുടെ നരേന്ദ്രമോദി മാർഗനിർദ്ദേശക മണ്ഡലിലേക്ക് മാറണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് ഈ ഇലക്ഷൻ ബി.ജെ.പി നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിയാണ് ഇലക്ഷനെ നേരിടുന്നത്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ 5 വർഷത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് തന്നെയാണ് മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ 5 വർഷത്തിനു വേണ്ടിയുള്ള നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് ബി.ജെ.പിയുടെ പ്രഖ്യാപനം. അല്ലെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞാൽ നരേന്ദ്രമോദി മാറും എന്നൊക്കെ കെജ്രിവാളാണോ പറയേണ്ടത്? അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരല്ലല്ലോ പറയേണ്ടത്? അത് ബി.ജെ.പിയുടെ കാര്യമാണ്, ബി.ജെ.പിയുടെ ആഭ്യന്തര കാര്യമാണ്. അതിനകത്ത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ നരേന്ദ്രമോദിയെ മുൻനിർത്തിക്കൊണ്ടാണ് ബി.ജെ.പി സ്വാഭാവികമായിട്ട് ഈ ഭരണത്തെ നേരിടുന്നത്, അല്ലെങ്കിൽ ഈ ഇലക്ഷനെ നേരിടുന്നത്. 10 വർഷമായി അദ്ദേഹമാണ് ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ട് 5 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗിമിക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനം നടത്തിയത് കൊണ്ടൊന്നും ബി.ജെ.പിയുടെ മുന്നേറ്റത്തെ തടയാൻ ആർക്കും സാധിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ 75-ാമത്തെ വയസ്സിൽ ഏത് നേതാവും വിരമിക്കും, ആർക്കും പ്രത്യേക ഇളവൊന്നും ഉണ്ടാവില്ല എന്ന് 2019 തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഒരു മാധ്യമാഭിമുഖത്തിൽ പറഞ്ഞത് അമിത്ഷായാണ്. അതോ എൽ.കെ. അദ്വാനിയെ മാർഗനിർദ്ദേശക മണ്ഡലിലേക്ക് മാറ്റാൻ നിങ്ങൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഏർപ്പാടാണെന്നാണോ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്? ഇനി അങ്ങനെ ഏർപ്പാടില്ലെന്ന്? അങ്ങനത്തെ സാഹചര്യമല്ലല്ലോ ഇന്ന്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇന്ന് നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പ് എന്ന് പറയുന്നത് അടുത്ത 5 വർഷം നരേന്ദ്രമോദി തന്നെയാണ് പ്രധാനമന്ത്രി എന്നുള്ളതാണ്. അതിനകത്ത് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 75 വയസ്സ് വരെ എന്നുള്ളതല്ലല്ലോ. അത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അത് നിശ്ചയിക്കേണ്ടത് ഏതെങ്കിലും കെജ്രിവാളൊന്നുമല്ലല്ലോ, ബി.ജെ.പിയുടെ ആഭ്യന്തര കാര്യമാണ്. അത് ഇന്ന് അമിത്ഷാ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. അമിത്ഷാ പറഞ്ഞല്ലോ, നരേന്ദ്രമോദിയാണ് ഈ രാജ്യത്തെ ഇന്ത്യയെ ബി.ജെ.പിയെ മുന്നിൽ നയിക്കുന്നത്. അപ്പോൾ 5 വർഷമായിട്ട് നരേന്ദ്രമോദി തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അതിലെന്താ സംശയം? ഇപ്പോഴും കെജ്രിവാൾ പോലും പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകുമെന്നാണല്ലോ. അതിനുശേഷം അമിത്ഷാ വരുമോ, യോഗി വരുമോ എന്നുള്ള ഒരു തരം ചർച്ചകളിലേക്കാണല്ലോ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതിനർത്ഥം കെജ്രിവാളിന് പോലും കൃത്യമായിട്ട് അറിയാം ഇന്ത്യയിൽ വരാൻ പോകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും ഭരിക്കാൻ പോകുന്ന പ്രസ്ഥാനം ബി.ജെ.പി ആണെന്നും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ബി.ജെ.പിക്ക് സ്വാഭാവികമായിട്ട് 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള വ്യക്തമായിട്ടുള്ള സ്വാധീനം, അത് നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ബി.ജെ.പിയുടെ മുന്നേറ്റത്തെ തടയാൻ സാധിക്കില്ല. കൃത്യമായിട്ട് ബി.ജെ.പിക്ക് അതിന്റെ നയങ്ങളുണ്ട്, പോളിസികളുണ്ട്. 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരും ബി.ജെ.പിയിൽ ഇന്ന് ആക്റ്റീവ് പൊസിഷൻസിലില്ല. എന്ന് വെച്ചാൽ അത്തരം ആളുകളെല്ലാം മാറ്റാൻ ബി.ജെ.പി തീരുമാനമെടുത്ത് 2014 ശേഷം ഇങ്ങോട്ട് വളരെ കൊടികെട്ടിയ നേതാക്കളുണ്ട്. ഞാൻ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും പോലുള്ള ആൾക്കാരെ, വേറെയും കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ മാറി.
അങ്ങനത്തെ ആളുകൾ വേണ്ട എന്ന് പാർട്ടി തീരുമാനമെടുത്താണ്. ഭരണഘടനയിലൊന്നും എഴുതി വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, അത് ചില ആളുകളെ മാത്രം 75 വയസ്സിൻ്റെ പേര് പറഞ്ഞ് മാറ്റാൻ, നമ്മൾ ആനന്ദീബെൻ പട്ടേലിനേക്ക് മാറ്റിയല്ലോ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ ചില ആളുകളെ മാത്രം മാറ്റാനുള്ള ഒരു ഉപാധിയായിരുന്നു. സത്യത്തിൽ 75 എന്ന് പറയുന്ന ഒരു ഏർപ്പാട് BJP-യിൽ ഇല്ല എന്നാണോ നിങ്ങളിപ്പോൾ ക്ലാരിഫൈ ചെയ്യുന്നത്? അങ്ങനെയല്ല, നമുക്കറിയാലോ പല കാര്യങ്ങളുണ്ട്. ഒരു സംഘടനാ സംവിധാനമാകുന്ന സമയത്ത് പല ഘടകങ്ങൾ നോക്കണം. ഇപ്പോൾ ആനന്ദിബെൻ പട്ടേലൊക്കെ നമുക്കറിയാം മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 75 എന്ന് പറയുന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ആ സമയത്ത് എടുത്തൊരു തീരുമാനമാണ്. ഇപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ വലിയൊരു ഇലക്ഷനെ നേരിടുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് 10 വർഷമായി ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾ, മോഡി നടപ്പിലാക്കുന്ന ഗ്യാരണ്ടി. അപ്പോൾ മോഡിയുടെ ഗ്യാരണ്ടിയിലാണ് ഇപ്പോൾ BJP-യുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ BJP-യുടെ ഇലക്ഷൻ നേരിടുന്നത്. സ്വാഭാവികമായിട്ട് ഒരു വർഷത്തേക്ക് മാത്രമല്ലല്ലോ BJP-യുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയെ BJP നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനകത്ത് കൃത്യമായിട്ട് അമിത്ഷാ ഇന്ന് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. അമിത്ഷാ പറഞ്ഞ കാര്യം ഇതാണ്, ഈ മോഡി തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അത് 5 വർഷം മോഡി തന്നെ തുടരും. അതിനുശേഷമല്ലേ അടുത്ത ആളെ നിശ്ചയിക്കേണ്ട കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുള്ളൂ. ശരി, ശ്രീ രാജു പി നായർ, ഈ ആദ്യത്തെ ഘട്ടം പിന്നിട്ട് 2, 3, 4 ഒക്കെ ആയപ്പോഴേക്ക് പ്രതിപക്ഷത്തിന് എന്തോ ഒരു എഡ്ജ് ഉത്തരേന്ത്യയിലടക്കം ഹിന്ദി ഹാർട്ട്ലാൻഡിലടക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മോദി ഒന്ന് വീക്കാണ് എന്നൊക്കെ പൊതുവേ നമ്മളിവിടെ നിന്ന് സൗത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് വാച്ച് ചെയ്യുമ്പോൾ കാണുന്ന വാർത്തകൾ, വിശകലനങ്ങൾ പലതും ആ സ്വഭാവത്തിലുള്ളതാണ്, മറിച്ചുള്ളതും ഉണ്ട്. സത്യത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ടവറിംഗ് ഫിഗറിനെ മറിച്ചിടാൻ കഴിയും? നിങ്ങളുടെ ഈ സഖ്യത്തിന് ഈ ഗവൺമെൻറ് വീഴും, അതിന് മാത്രം ജനങ്ങൾക്കിടയിൽ അസ്വീകാര്യനായി മാറി, അൺപോപ്പുലറായി മോദി മാറി എന്നൊക്കെ നിങ്ങൾ ഈ സമീപ ദിവസങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോലും ചരിത്രം മധ്യപ്രദേശിലടക്കം നമുക്ക് ഓർമ്മയുണ്ട്. മോദി ആ നിലയ്ക്ക് ഒരു പരാജയത്തിൻ്റെ വക്കിലെത്തി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ സത്യത്തിലും റിയാലിറ്റിയുമായിട്ട് ഗ്രൗണ്ടുമായിട്ട് ബന്ധമുള്ള കാര്യമാണോ? അതോ നിങ്ങളൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ആ ഒരു കോൺഫിഡൻസ് സ്വാഭാവികമായിട്ടും പറയണമല്ലോ, അത് അങ്ങനെയാണോ? ശ്രീരാജു പിന്നാർ, ഞാൻ പറയാം, ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം കേൾക്കുന്നില്ല. ഓക്കെ, ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി കൂടി എൻ്റെ കൂടെ ഉണ്ട്. ശ്രീ വിനോദ് മാത്യു, BJP-യുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? അടുത്ത 5 വർഷം ആര് പ്രധാനമന്ത്രി ആയിരിക്കണം? ഇക്കാര്യങ്ങളൊക്കെ BJP-ക്ക് തീരുമാനിക്കാൻ അറിയാം. മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോദിയുടെ ഗ്യാരണ്ടി 5 വർഷം ഉണ്ട് എന്നാണ്. അതിനപ്പുറം പുറത്തുള്ള ആളുകൾ അഭിപ്രായം പറയേണ്ടെന്ന് പറയുന്നു BJP. എന്ന് വെച്ചാൽ അമിത്ഷാ ഇതിനകത്ത് ക്ലാരിറ്റി വരുത്തിയോടുകൂടി കഴിഞ്ഞോ നിങ്ങൾ തുറന്നുവിട്ട ആ വിവാദം? അതായത് ഇവിടെ 1-2 കാര്യത്തിൽ എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച BJP പ്രതിനിധിയോട് സംസാരിച്ചിട്ട് അങ്ങേക്ക് മറുപടി കൃത്യമായി ഞാൻ തരാം. അദ്ദേഹം പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒന്ന്, വ്യക്തി കേന്ദ്രീകൃത പാർട്ടിയാണ് BJP, അതായത് ഞങ്ങൾ മോദിയിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞത്. എന്തൊരു രാഷ്ട്രീയ പാപ്പരത്വമാണ്. ഇവര് ഇതിങ്ങനെയല്ലല്ലോ പറയും. ഇവർ പറയുന്നത് 1000 മോദി നാട്ടിലൊക്കെ ഉണ്ട്, സംഘപരിവാറിന്റെ സംഘടനാ സംവിധാനത്തിന്റെ ബലത്തിൽ ഉയർന്നു വന്ന പാർട്ടിയാണ് മോദി അമിത്ഷാ എന്നുമല്ല, ഇത് ആശയ അടിത്തറയുള്ള പാർട്ടിയാണെന്നാണ് നാഴിക താല്പര്യത്തോട്ട് പറയുന്നത്. പക്ഷെ ഇപ്പൊ അവർ പറയുന്നു വ്യക്തി കേന്ദ്രീയ പാർട്ടിയാണെന്ന്. ഈ വ്യക്തി കേന്ദ്രീയ പാർട്ടി എന്ന് പറഞ്ഞാണ് കോൺഗ്രസിനെയും ആം ആദ്മിയും പുച്ഛിക്കുന്നത് എന്നുള്ളത്. പിന്നെ മറ്റൊരു അദ്ദേഹം പറഞ്ഞത് ആനന്ദിബെൻ പട്ടേൽ അങ്ങനെ പറഞ്ഞില്ല. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, എന്റെ സമയത്ത് ഞാൻ പറഞ്ഞോട്ടെ സർ, പ്ലീസ്. പറഞ്ഞ കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ മോദിയെ മുൻനിർത്തിക്കൊണ്ട്, മോദി എന്ന ഫിഗറിനെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ മത്സരിക്കുന്നത് എന്ന കാര്യമാണ് BJP-യുടെ പാനലിസ്റ്റ് പറഞ്ഞത്. അല്ലാതെ മോദിയെ കേന്ദ്രീകരിക്കുന്ന പാർട്ടിയാണ് അവസാനം പറഞ്ഞത്. ഒന്ന് റിവൈൻഡ് ചെയ്ത് കേട്ട് നോക്കൂ. അല്ല, അത് റിവൈൻഡ് ചെയ്ത് കേട്ടു. അദ്ദേഹം പറഞ്ഞത് മോദിയുടെ വ്യക്തിപ്രഭാവത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. വ്യക്തിപ്രഭാവത്തിന്റെ വ്യക്തി കേന്ദ്രീകൃതമാണെന്ന് അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നാഴിക 40 തൊട്ട് ആം ആദ്മി എന്ന് പറഞ്ഞാൽ ഒരു കേജ്രിവാൾ മാത്രമാണ്, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി മാത്രമാണെന്ന് പറയുന്നവരുടെ രാഷ്ട്രീയ പാപ്പരത്വം പറഞ്ഞാണ്. ഒന്ന്, എന്റെ സമയം തടസ്സപ്പെടുത്താതിരിക്കണം BJP പ്രതിനിധി. 2, അദ്ദേഹം പറഞ്ഞത് ആനന്ദിബെൻ പട്ടേൽ എന്ന് പറയുന്നവർ ഗവർണർ മുഖ്യമന്ത്രിയൊക്കെ ആയി അതുകൊണ്ട് ഒഴിഞ്ഞു പോയതാണ്. ഞങ്ങളിൽ 2 ടേബിൾ പ്രധാനമന്ത്രിയായ അയാളും ഗുജറാത്ത് മുഖ്യമന്ത്രിയായി വർഷങ്ങൾ ഇരുന്ന മനുഷ്യനുമാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന് മാത്രം എന്താണ് അഡ്വാൻറ്റേജ്? ഒറ്റ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഒന്ന്, ഈ നമുക്ക് ലോയിൽ ക്രോസ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു സംവിധാനമുണ്ട്. ഈ കോൺട്രഡിക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് പല കേസുകളും പ്രതികളെ വിട്ടുപോകുന്നത്. ഇപ്പൊ ഇവിടെ വലിയൊരു കോൺട്രഡിക്ഷൻ എന്താ അറിയാം? ഇവർ പറയുന്നത് 75 വയസ്സ് പ്രായം എന്ന് പറയുന്നു. ആ 75 വയസ്സ് പ്രായം എന്നുള്ളത് സത്യമാണെങ്കിൽ
നരേന്ദ്രമോദി മാറണം. 75 വയസ്സ് പ്രായം സത്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എങ്കിൽ, അത് രാഷ്ട്രീയപരമായ ഒരു നയമല്ല എങ്കിൽ അവരെ ഒതുക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇത് രണ്ടേതൊന്നും സമ്മതിക്കാതെ ഇവർക്ക് എങ്ങനെ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള മറ്റൊരു ചോദ്യം. പിന്നെ അങ്ങ് ചോദിച്ചൊരു ചോദ്യത്തിന്റെ ഈ മോദിയുടെ ഗ്യാരണ്ടി, നമുക്കറിയാം 3 ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മോദിക്ക ഗ്യാരണ്ടി എന്ന് പറഞ്ഞ സബൽപൂരിൽ 2024 ഫെബ്രുവരി 3 ഇലക്ഷൻ പ്രചരണം തുടങ്ങിയതാണ്. തൃശ്ശൂർ വന്ന് തേക്കിൻകാട് മൈതാനിൽ പ്രസംഗിച്ചതും ഗ്യാരണ്ടി മോദിക്ക ഗ്യാരണ്ടി, സ്ത്രീകൾക്ക് കൊടുക്കുന്നു, ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോകുന്നു, വീട് കൊടുക്കാൻ പോകുന്നു, പിന്നെ ബഡ്ജറ്റിൽ വലിയ, അത് കഴിഞ്ഞ് ഈ ക്ഷേമ പെൻഷനും ഈ ഗ്യാരണ്ടിക്ക് എവിടെ പോയി? കാരണം അവർക്ക് മനസ്സിലായി രാഷ്ട്രീയപരമായ എഡ്ജ്, അഡ്വാൻറ്റേജ് ഇല്ല എന്നുള്ളത്. മറ്റൊരു കാര്യം കൂടെ പറയാം. അതായത് നമ്മൾ പറയാറില്ല, ഈ നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആകുക എന്ന് പറയുന്നത് ഇത്ര മോശകരമാണെന്ന്. നിഷാദ്, ഇവിടെ പ്രശ്നം എന്താ അറിയാമോ? ഇതൊരു കാലത്തിന്റെ കാവ്യനീതി മാത്രമാണ്. ഇതൊരു ശപിക്കപ്പെട്ട പാർട്ടി സംവിധാനമാണ്. എത്രയോ പേരുടെ കണ്ണീരിന്റെ മുകളിൽ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് സംഘപരിവാറും BJP എന്നുള്ളത് നമ്മൾ സമീപകാലത്ത് കാണുന്നതല്ലേ. നമുക്ക് ഇവിടുന്ന് പുറമോട്ട് പോവാം. മണിപ്പൂരിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് പാടത്തൂടെ കരഞ്ഞുകൊണ്ട് ഓടിയ സ്ത്രീകളുടെ കണ്ണീർ, ഒരു ജവാന്റെ ഭാര്യ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു. നമ്മൾ സ്റ്റെയിൻ സ്വാമിയുടെ കഥ, അദ്ദേഹത്തിന്റെ വിലാപം, ജയിലിൽ നിന്ന് ഈ നാട് മുഴങ്ങുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു സ്ട്രോ തരൂ വെള്ളം കുടിക്കണം, അദ്ദേഹത്തിന്റെ വിലാപം നമ്മൾ കേട്ടു. അതിനുശേഷം മണിപ്പൂർ, ഞാൻ പറഞ്ഞ പോലെ മണിപ്പൂരും ഈ സ്റ്റെയിൻ സ്വാമിയും ഗ്രഹാൻ സ്റ്റെയിനും അടക്കമുള്ള, അതുപോലെ കഴിഞ്ഞ 2019 ലോക്സഭാ ഇലക്ഷൻ തൊട്ട് മുമ്പ് മരണപ്പെട്ട ജവാന്മാര്, അതിന്റെ കാരണം പോലും ഇപ്പോൾ ഈ ജനത്തോട്, ഈ ജനാധിപത്യ രാജ്യത്തോട് പറയാൻ അന്നത്തെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രിയും കഴിയുന്നില്ല. അപ്പൊ ഒരുപാട് പേരുടെ ശാപങ്ങൾ, കൊല ചെയ്യപ്പെട്ട, മതത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, സാഹിത്യകാരന്മാർ ഗൗരി ലങ്കേഷും താബോൽക്കറും പൻസാരയും അടക്കമുള്ള എത്രയോ മനുഷ്യർ ഒരു കുറ്റവും ചെയ്യാതെ കള്ളക്കേസ് ഉണ്ടാക്കി ജയിൽ കഴിഞ്ഞ സഞ്ജീവ് ഭട്ട് അടക്കമുള്ള, അങ്ങനെ ഒരുപാട് പേരുടെ ശാപത്തിന്റെ പുറത്ത് പടുതുയർത്തപ്പെട്ട പ്രസ്ഥാനമാണ്. ഇവർക്ക് മാറിയേ പറ്റുള്ളൂ. ആ മാറുന്നതിന് ഇവർക്കൊരു കാരണമാണ്. ആ കാരണമാണ് കേജ്രിവാൾ ആയത്. അതൊരു നിയോഗമാണ്. നമ്മൾ പുരാണം വിശ്വസിക്കുന്ന നിയോഗത്തെ പറ്റി സംസാരിക്കുക. ഒരു നിയോഗമായിട്ട് ഒരാൾ അവതരിക്കും. ഇവർക്ക് ഏറ്റവും വലിയ തെറ്റുപറ്റിയത് എവിടെ അറിയാം? ഇവർ കേജ്രിവാളിനെ പറ്റി അറസ്റ്റ് ചെയ്ത് വിചാരിച്ചു സാധാരണ കേജ്രിവാൾ അല്ല, അകത്ത് പോകും. ഈ അറസ്റ്റോട് കൂടിയാണ് ഈ സാധനം മൊത്തം മാറുന്നത്. ഇന്നലെ ഇവരുടെ വന്ന് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്, കേജ്രിവാൾ പല സ്റ്റേറ്റ്മെന്റ് പറയും, ഇവരുടെ ലൊട്ടിലൊടുക്ക് നേതാക്കന്മാർ വന്നിട്ടാണ് അതിന് മറുപടി പറയാറുള്ളത്. പലപ്പോഴും കേജ്രിവാളിന് മറുപടി ഒന്നും നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ കേജ്രിവാൾ എന്ന് പറയുന്ന ഒരു പദം പോലും ഞാൻ കണ്ടിട്ടില്ല. ഡൽഹി മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗം. കേജ്രിവാൾ എന്ന് പറയത്തില്ല. കാരണം എന്തറിയോ? നരേന്ദ്രമോദിയായ താൻ കേജ്രിവാൾ എന്നൊരു പദം പറഞ്ഞാൽ അതിനൊരു മൈലേജ് കിട്ടുമെന്ന് പേടിച്ചിട്ട് കേജ്രിവാൾ എന്ന് പോലും പറയാത്ത ഈ മനുഷ്യൻ, ഈ അമിത്ഷാ എന്ന് പറയുന്ന മനുഷ്യൻ, ഇന്നലെ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ സമയം വിത്തിൻ 2 hours അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്. ഈ പ്രചരണം ഇതെവിടെ പറഞ്ഞു? അവിടെ ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ ജനത്തിനോട് മോദിക്ക് ഗ്യാരണ്ടി പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന ഈ പ്രസ്ഥാനം ഇപ്പോ ഈ പറയുന്ന അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ ഇതിൽ കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞു നമ്മൾ കാണുന്നതല്ലേ. ജനങ്ങൾ ഈ പറയുന്ന പ്രതിപക്ഷ സംവിധാനത്തിലേക്ക് അടുക്കുന്നു, അവർക്ക് കൂടുതൽ സ്പേസ് കിട്ടുന്നു, അവരുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നു. ഹരിയാനയിൽ നമ്മൾ കാണുന്നു 3 സ്വതന്ത്ര MLA രാജിവെക്കുന്നു, മറ്റു പലരും ഈ സഖ്യത്തിൽ മാറാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇലക്ഷന്റെ ടോട്ടാലിറ്റിയിൽ ഇന്ത്യ സഖ്യം ഒരുപാട് മുമ്പോട്ട് പോയി. ഞാൻ ചോദിക്കുന്നത്, നരേന്ദ്രമോദി അങ്ങേയറ്റത്തെ കോൺഫിഡൻസോടെയാണ് ഈ ഇലക്ഷനിലേക്ക് ഇറങ്ങി വരുന്നത്. നമുക്കറിയാം, ബജറ്റ് അവസാനിപ്പിച്ച ബജറ്റ് ദിവസം ഞങ്ങളാണ് ബാക്കി ബജറ്റ് അടുത്ത സർക്കാർ വന്നിട്ട് അവതരിപ്പിക്കുമെന്ന് പറയുന്നു. പാർലമെന്റ് സെഷൻ കഴിയുമ്പോൾ ഞങ്ങൾ തന്നെയാണ് വീണ്ടും വരാൻ പോകുന്നതെന്ന് ആവർത്തിച്ച് പറയുന്നു. 400 സീറ്റിന് മേലെ എന്ന മുദ്രാവാക്യമായിട്ട് നിരന്തരം മോദി സംസാരിക്കുന്നത് കാണുന്നു. ഇപ്പോഴും മോദിയുടെ കോൺഫിഡൻസിന് കുറവൊന്നും വന്നിട്ടില്ല എന്ന് കാണുക. അതുതന്നെയല്ല, അവർക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഈ ഡിവിസീവായിട്ടുള്ള സംഗതി നിരന്തരം പറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിനിടയ്ക്ക് അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം നടത്തി ഈ സർക്കാരിനെ വീഴ്ത്താൻ പോവുകയാണ് എന്നത് എന്തുമാത്രം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നെഗറ്റീവാണ് സത്യത്തിൽ ശ്രീ രാജു പി നായർ? അതൊരു പ്രചാരണ വാചകം മാത്രമാണോ, അതോ ഗ്രൗണ്ടിൽ നിങ്ങൾ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? നിഷാദ്, അതിന് ഉത്തരം പറയുമ്പോൾ നമ്മുടെ ഒരു കണ്ടംപററി പൊളിറ്റിക്സിനും കൂടി ഒന്ന് വിശകലനം ചെയ്തിട്ട് വേണം പറയാനായിട്ട്. ഇപ്പോൾ 2004 മുതൽ 2014 വരെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അത് ആദ്യം ഉണ്ടായിരുന്ന ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യവുമായിട്ട് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ എല്ലാ മാധ്യമങ്ങളും അവിടെ BJPക്ക് ഒരു തുടർച്ച ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോഴാണ് 2004 UPA ഗവൺമെന്റ് ഉണ്ടായിരുന്നത്. ആ UPA ഗവൺമെന്റ് ആദ്യത്തെ 5 വർഷം തൊഴിലുറപ്പ് പദ്ധതി പോലെ വിപ്ലവകരമായ പദ്ധതികൾ ഉണ്ടായ ഒരു വർഷമാണ്. ആ പദ്ധതി തുടങ്ങിയതിൻ്റെ വർഷം 4 വർഷത്തോളം അവസാനം 4 വർഷത്തോളം തുടർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഗവൺമെന്റിന് ഒരു വർഷവും കൂടി, ഒരു ടേം കൂടി ജനങ്ങൾ നീട്ടിക്കൊടുത്തു. എങ്ങനെയായിരുന്നു? വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി 140 സീറ്റാണ് ആദ്യത്തെ 2004 ഉണ്ടായെങ്കിൽ 2009 205 സീറ്റോട് കോൺഗ്രസ് തിരിച്ചു വരുന്നു. അവിടെ വലിയ രീതിയിൽ BJP അധികാരത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്താണ് കോൺഗ്രസ് വരുന്നത്. അത് കഴിഞ്ഞൊരു 5 വർഷം പോയി. 5 വർഷം പോയപ്പോഴത്തേക്ക് ഈ ഏതൊരു ഐഡിയയുടെയും, തൊഴിലുറപ്പ് ഉൾപ്പെടെയുള്ള ഏതൊരു ഐഡിയയുടെയും ഒരു കാലം എന്ന് പറയുന്ന ഒരു 10 വർഷമാണ്.
ആ 10 വർഷത്തെ കാലത്തിൽ അതിൽ നിന്ന് റീഇൻവെന്റ് ചെയ്യണം. അതല്ലെങ്കിൽ അത് കുറെ കൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് പുതിയ ഒരു സമീപനം നമ്മുടെ നയങ്ങളിൽ ആവശ്യമാണ്. ആ ഒരു കാലഘട്ടം തൊഴിലുറപ്പ് പദ്ധതിയിൽ മുന്നോട്ട് പോയ കാലഘട്ടത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ, അണ്ണാ ഹസാരുടെ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ സംഭവങ്ങൾ, അഴിമതി കഥകളൊക്കെ ഉയർത്തി വിട്ടുകൊണ്ട് UPA ഗവൺമെന്റിനെതിരെ വലിയ ഒരു പ്രചരണം നടന്നു. അതിനുശേഷമാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വന്നത്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വന്നു. ആ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് തീർച്ചയായിട്ടും അന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളെയൊക്കെ ഉപയോഗിക്കാൻ കോൺഗ്രസിനേക്കാളും നല്ല രീതിയിൽ BJPക്ക് സാധിച്ചു. BJP അതിലൂടെ വർഗീയത, വലിയ രീതിയിൽ ഒരു ഹിന്ദു ഒരു പ്രൈഡ് എന്നുള്ള രീതിയിൽ അത് പ്രസന്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. താഴെത്തട്ടിലേക്ക് അവർക്ക് എത്തിക്കാൻ സാധിച്ചു. അതിൻ്റെ ഒരു വലിയ നേട്ടം അവർക്ക് കിട്ടി. അവർ തുടങ്ങി വെച്ച അവരുടെ ഭരണം തുടങ്ങി. ആ ഭരണം തുടങ്ങിക്കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ജനം ഒരു ടേം കൂടി കൊടുത്തു. അത് അവർക്ക് വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി UPA ഗവൺമെന്റ് കൊടുത്ത പോലെ ഒരു ടേം കൂടി കൊടുത്തു. ഇപ്പോൾ ആ നയങ്ങളൊന്നും അവർക്ക് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ടില്ല എന്ന് തിരിച്ചറിയുന്ന സമയമാണ്. ഒരു ഇന്ത്യ പോലൊരു കോംപ്ലക്സ് രാഷ്ട്രീയത്തിൽ ഒരു ആന്റി ഇൻകംപൻസി രൂപപ്പെട്ടു വരണമെങ്കിൽ ഒരു 10 വർഷം എടുക്കുന്ന സമീപകാല രാഷ്ട്രീയ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഒരു 10 വർഷമാണ് കഴിഞ്ഞത്. ഇന്ന് 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പേരിൽ വോട്ട് ചെയ്തവർ പോലും ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പേരിൽ നടത്തിയ വോട്ട് കൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല, അതൊരു മാറ്റവും ഉണ്ടാക്കിയില്ല എന്ന് തിരിച്ചറിയുന്ന സമയമാണ്. അങ്ങനെ തിരിച്ചറിയുന്ന സമയത്താണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട രൂപപ്പെടുത്തുന്നത്. എങ്ങനെ അജണ്ട രൂപപ്പെടുത്തിയത്? 2.5 മാസക്കാലം നീണ്ടു നിന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര. ആ യാത്രയിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നം സാമ്പത്തിക നീതിയും സാമൂഹിക നീതിയുമാണെന്നുള്ള തെരഞ്ഞെടുപ്പ് അജണ്ട തീരുമാനിച്ചു. അതിലൂടെ പറഞ്ഞു സാമ്പത്തിക നീതി, തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വരുമാനമില്ലായ്മ, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുഴുവൻ ആ സാമ്പത്തിക നീതിയുടെ രീതിയിൽ ഉന്നയിച്ചു. അതേസമയം തന്നെ സാമൂഹിക നീതിയെക്കുറിച്ച് പറഞ്ഞു. ദളിതർക്ക്, ആദിവാസികൾ ഉൾപ്പെടെയുള്ള സാമൂഹിക നീതി ഇല്ലാതെ ലഭിക്കുന്നത് ഈ രാജ്യത്തിന്റെ നയരൂപീകരണം മുഴുവൻ ഒരു സവർണ ഹിന്ദുത്വത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്നത്, അത് പറഞ്ഞുകൊണ്ട് ഒരു ജാതി സെൻസസ് നടത്തി ഈ നാട്ടിലെ പിന്നോക്ക വിഭാഗക്കാരെയും അതുപോലെ തന്നെ OBC, SC, ST ഉൾപ്പെടെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് ഈ രാജ്യത്തിന്റെ വിഭവത്തിൽ ആദ്യത്തെ അവകാശം അവർക്ക് സ്ഥാപിച്ചു കൊടുക്കണമെന്നുള്ള സാമ്പത്തികവും സാമൂഹികമായ നീതിയെക്കുറിച്ച് സംസാരിച്ചു. ഇനി നിഷാദും നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ ഇവരെന്താ ചെയ്യാൻ ശ്രമിച്ചത്? ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയമാക്കി മാറ്റാൻ ശ്രമിച്ചു. വർഗീയമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് നടത്തിയ ആദ്യത്തെ 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും ആ വർഗീയത ജനങ്ങളിലേക്ക് എത്തുന്നില്ല. കാരണം ജനങ്ങൾ അവരുടെ സാമ്പത്തിക നീതിയെക്കുറിച്ചും സാമൂഹിക നീതിയെക്കുറിച്ചും ചിന്തിച്ചു തുടങ്ങി എന്ന് മനസ്സിലായപ്പോൾ നരേന്ദ്രമോദി കോൺഗ്രസ് വരച്ച കളത്തിനകത്തേക്ക് കയറി. എങ്ങനെയാ? കോൺഗ്രസ് വരച്ച കളത്തിനകത്തേക്ക് കയറിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ കോൺഗ്രസ് ഈ പറയുന്ന SC, STക്കും OBCക്കും മൈനോറിറ്റിക്കുമാണ് ആദ്യത്തെ അവകാശം എന്ന് പറഞ്ഞതിനെ വക്രീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സ്ത്രീകളുടെ കെട്ടുതാലി പോലും എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്നുള്ള ആ അജണ്ടക്കകത്ത് കുളം കലക്കാൻ നടത്തുന്ന ശ്രമമായിട്ട് മാറി. അത് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട ഞങ്ങളാണ് തീരുമാനിച്ചതെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കാരണം CSDSന്റെ ഉൾപ്പെടെയുള്ള സർവേ ഉണ്ടായി. ആ സർവേകളിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് രാമക്ഷേത്രം ഒന്നും അല്ല വിഷയം, ഞങ്ങൾക്ക് തൊഴിലില്ല, അതാണ് വിഷയം. അങ്ങനെ തൊഴിലില്ലായ്മയും വിലക്കയറ്റത്തിന്റെയും ഉൾപ്പെടെയുള്ള ഒരു നാട്ടിൽ ജനങ്ങൾ അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ സ്വാഭാവിക നീതിയെക്കുറിച്ചും ചിന്തിച്ചു തുടങ്ങി എന്ന് പറഞ്ഞിടത്താണ് നരേന്ദ്രമോദിക്ക് കോൺഗ്രസിന്റെ അജണ്ടയ്ക്ക് അകത്തേക്ക് വരേണ്ടി വന്നത്. അവിടെ വന്നപ്പോഴും യാഥാർത്ഥ്യങ്ങളെല്ലാം ഇവർക്കെതിരാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി നടത്തിയൊരു പ്രസ്താവനയാണ്. ദയവ് ചെയ്ത് അടുത്ത ഘട്ടത്തിൽ പ്രിന്റു അതിന് മറുപടി പറയാം. നരേന്ദ്രമോദി പറഞ്ഞ പ്രസ്താവന, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ SC, ST, OBCക്കുള്ള സംവരണം അട്ടിമറിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നാ പറഞ്ഞത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ SC, ST, OBCക്കുള്ള സംവരണങ്ങൾ ഇല്ലാതെയാക്കാൻ ഞാൻ അനുവദിക്കില്ല. നിഷാദെ, എന്താ RSSന്റെ സംവരണ നയം? എന്താ BJPയുടെ സംവരണ നയം? ഈ രാജ്യത്ത് സാമുദായിക സംവരണം ഒഴിവാക്കണമെന്നുള്ളതല്ലേ ഇവരുടെ നയം, ഇവരുടെ പ്രഖ്യാപിത നയം അതല്ലേ? അപ്പൊ BJPയുടെയും RSSന്റെയും സംവരണ നയത്തെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അജണ്ടയ്ക്ക് മുന്നിലേക്ക് വന്ന് അത് വർഗീയമായി ചേരിതിരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ട് ഈ രാജ്യത്തെ ഇലക്ഷൻ തന്റെ കയ്യിൽ നിന്ന് പഴുതിപ്പോകുന്നു എന്നറിഞ്ഞതിന്റെ തെളിവാണ്. ഇനി അത് കഴിഞ്ഞെന്താ, ഇവിടെ രാഹുൽ ഗാന്ധി ഒരു സംവാദത്തിന് തയ്യാറായി. ആരാ?
ഈ രാജ്യത്തെ ഏറ്റവും വലിയ പഴയ ജഡ്ജസും അതുപോലെ തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകരും ഒരാശയം മുന്നോട്ട് വെച്ചു. ആ ആശയം മുന്നോട്ട് വെച്ച് ഒരു സംവാദം നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ആ സംവാദത്തിന് തയ്യാറായി. ഇന്ന് നരേന്ദ്രമോദി ആ സംവാദത്തിന് തയ്യാറാവുന്നില്ല. കാരണം ഈ രാജ്യത്ത് നിന്ന് നിലനിൽക്കുന്ന സാമ്പത്തിക അസമത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യങ്ങളായി വന്നാൽ നരേന്ദ്രമോദിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. നരേന്ദ്രമോദിക്ക് അത് പറയാൻ സാധിക്കില്ല. നയപരമായി ഇവർ നടത്തിയ വിട്ടുവീഴ്ചകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. സമീപകാല തെരഞ്ഞെടുപ്പ് ചരിത്രത്തെ മുന്നിൽ വെക്കുകയാണ് താങ്കൾ. എന്ന് വെച്ചാൽ 10 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായും രൂപപ്പെടുന്ന ആന്റി ഇൻകംബൻസി വളരെ പ്രധാനപ്പെട്ട ഘടകമാകും. ഒപ്പം തന്നെ വാഗ്ദത്തം ചെയ്തവയൊന്നും പാലിച്ചിട്ടില്ല എന്നും വർഗീയതയ്ക്കപ്പുറം ജീവിത പ്രശ്നങ്ങളുണ്ടെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന മൊമെന്റാണ്. അതിന്റെ ആനുകൂല്യം കിട്ടുമെന്നാണ് ശ്രീ രാജു പി നായർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മാധ്യമപ്രവർത്തകനായ ദേശാഭിമാനിയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകൻ കൂടിയായ ശ്രീ എം പ്രശാന്ത് നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ പ്രശാന്ത്, സത്യത്തിൽ ഹിന്ദി ഹാർട്ട്ലാൻഡിലൊക്കെ BJPക്ക് ഒരു സ്വീപ്പ് ഉണ്ടാകുമെന്നാണ് പൊതുവെ നമ്മൾ വിചാരിച്ചു പോകുന്നത്. ഇപ്പോൾ ഏറ്റവും സമീപ ദിവസങ്ങളിലെ മാസങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഹിന്ദി ഹാർട്ട്ലാൻഡിലടക്കം BJPക്ക് ഒരു സെറ്റ് ബാക്ക് ഉണ്ടാവാൻ പോവുകയാണ് എന്ന് കേൾക്കുന്ന കഥകളിൽ എന്തുമാത്രം വാസ്തവമുണ്ട്? ഇനിയിപ്പോൾ അങ്ങനെ ഒരു സെറ്റ് ബാക്കിൻ്റെ അന്തരീക്ഷം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ഈ പ്രസംഗിക്കുന്ന വിഷവാചകങ്ങൾ കൊണ്ട് മോദി ആ പരിക്കിനെ മറികടന്നിട്ടുണ്ടാവുമോ? നിഷ, നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ അവരൊരു മാക്സിമത്തിൽ എത്തി നിൽക്കുകയാണ്. അത് ബീഹാർ ആണെങ്കിലും രാജസ്ഥാൻ ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും മധ്യപ്രദേശ് ആണെങ്കിലും ഒക്കെ സ്ഥിതി അതാണ്. അല്പമെങ്കിലും ഇനി മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് UP ആണ്. UPയിൽ കഴിഞ്ഞ ഇലക്ഷനിൽ 80-ൽ 62 സീറ്റിലായിരുന്നു BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത്. NDAക്ക് 64 സീറ്റിൽ അവിടെ 16 സീറ്റ് നഷ്ടമാവുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അവിടെയാണ് ഈ ഇലക്ഷനിൽ അവർക്ക് അല്പമെങ്കിലും ഒന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ബാക്കി മറ്റെല്ലാ ഹിന്ദി സംസ്ഥാനങ്ങളിലും അവർ കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ മാക്സിമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ മോഡിയും അമിത്ഷായും അവകാശപ്പെടുന്ന ഈ 400 പാർ ഇസ് ബാർ 400 പാർ എന്നുള്ള അവരുടെ ഒരു മുദ്രാവാക്യം 400 കടക്കുക എന്ന ഒരു സ്ലോഗൻ, അതിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് ഹിന്ദി ഹാർട്ട്ലാൻഡിൽ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതുകൊണ്ട് അത് സാധ്യമാവില്ല. അവർക്ക് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് വലിയ മുന്നേറ്റം അവർക്ക് നടത്തണം. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ കേരളം, തമിഴ്നാട് അടക്കമുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റം BJP നടത്തിയെങ്കിൽ മാത്രമേ ഈ 400 ലക്ഷത്തിലേക്ക് അവർ അടുക്കൂ. എന്നാൽ ഇലക്ഷൻ അടുക്കുമ്പോൾ നമ്മൾ കണ്ടത് പൊതുവിൽ BJPയുടെ ഒരു തുടർഭരണം ഏതാണ്ട് എല്ലാവരും തന്നെ ഉറപ്പിച്ച ഒരു നിലയായിരുന്നു. അത് പ്രതിപക്ഷ പാർട്ടികൾ പോലും ഏതാണ്ട് ആ നിലയിലായിരുന്നു, മാധ്യമങ്ങളെല്ലാം ആ നിലയിലായിരുന്നു. പൊതുവിൽ ആ ഒരു പ്രതീതി മോഡിയുടെ ഒരു 3ാം ടൈം വരും. അത് എത്ര സീറ്റ് എന്നത് മാത്രമായിരുന്നു പിന്നീട് ഉയർന്നു വന്ന ഒരു ചോദ്യം. എന്നാൽ ഇലക്ഷനിലേക്ക് കൂടുതൽ അടുക്കും തോറും ഈ പറയുന്ന അവർ കഴിഞ്ഞ ഇലക്ഷനിൽ മാക്സിമത്തിലെത്തിയ ആ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ ചിത്രം വലിയ തോതിൽ മാറുന്ന ഒരു സാഹചര്യമാണ്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, അത് BJPയും സംഘപരിവാരും പ്രതീക്ഷിച്ചതുപോലെ ഈ പറയുന്ന അവരുടെ ഹിന്ദു വോട്ട് ബാങ്കിൽ ഒരു സ്വാധീനമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു പ്രതീതി ഉയർന്നു വന്നു. അത് BJPക്ക് തന്നെ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെയുള്ളത് ഈ പറയുന്ന ജീവൻ സംബന്ധിയായ പ്രശ്നങ്ങളാണ്. അതിൽ തൊഴിലില്ലായ്മയുണ്ട്, വിലക്കയറ്റമുണ്ട്, അങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, മോഡി സർക്കാർ നടപ്പാക്കിയ, സൈന്യത്തിൽ നടപ്പാക്കിയ അഗ്നിപഥ് എന്ന് പറയുന്ന ഒരു പദ്ധതി, അത് ഉത്തരേന്ത്യയിലെ യുവാക്കളെ സംബന്ധിച്ച് അവർക്ക് ഒരു തൊഴിലെന്നാൽ, ഒരു സുരക്ഷിതമായ ഒരു തൊഴിലെന്നാൽ അവർ ഏറ്റവും കൂടുതലായി ആശ്രയിച്ചിരുന്നത് ഈ പറയുന്ന സൈനിക സേവനത്തെയായിരുന്നു. അത് അവർക്ക് സുരക്ഷിതമായ ഒരു തൊഴിലും പിന്നെ അതിനുശേഷം ജീവിതാവസാനം വരെ ഒരു പെൻഷനും ഒക്കെ ഉറപ്പാക്കുന്നതായിരുന്നു. എന്നാൽ ആ തൊഴിൽ പദ്ധതിയെ ആകെ അട്ടിമറിച്ചുകൊണ്ട് ഈ പറയുന്ന സൈനിക സേവനത്തെ പോലും ഒരു കരാർ തൊഴിലാക്കി മാറ്റുന്ന വിധത്തിൽ അഗ്നിപഥ് പദ്ധതി മോഡി സർക്കാർ നടപ്പാക്കിയത് ഉത്തരേന്ത്യയിലെ യുവാക്കൾക്കിടയിൽ വലിയൊരു മാറ്റം, അവരുടെ രാഷ്ട്രീയ ചിന്തയിൽ വലിയൊരു മാറ്റത്തിന് അത് പ്രകടമായി. നമുക്കറിയാം, അഗ്നിപഥ് പദ്ധതി പ്രഖ്യാപിക്കുന്ന വേളയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബീഹാറിലും UPയിലും ഒക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ അലയലിച്ചുയർന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് അതിനെ ഒരുവിധം സപ്രസ് ചെയ്യാൻ BJPക്കും അതാത് സംസ്ഥാനങ്ങളിലെ BJP സർക്കാരുകൾക്കും കഴിഞ്ഞെങ്കിലും ഇലക്ഷനോട് അടുത്ത ഘട്ടത്തിൽ അത് വീണ്ടും, പ്രത്യേകിച്ച് ലോക്സഭയിലേക്ക് നടക്കുന്ന ഇലക്ഷനാണ്, ലോക്സഭയിൽ ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായാൽ മാത്രമേ മോഡി സർക്കാർ കൊണ്ടുവന്ന ഈ അഗ്നിപഥ് പദ്ധതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയൂ എന്നൊരു ചിന്ത, ആ ഒരു നിലപാടിലേക്ക് ഉത്തരേന്ത്യയിലെ യുവാക്കൾ തിരിഞ്ഞു. പിന്നെ പറഞ്ഞാൽ തൊഴിൽ, മറ്റു മേഖലകളിലും തൊഴിലില്ല. നിങ്ങൾ നോക്കൂ, ഈ പൊതുമേഖലയെ അപ്പാടെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന താഴെത്തട്ടിലുള്ള സാധാരണ OBC
SC/ST വിഭാഗങ്ങൾക്ക് അവർക്ക് തൊഴിലൊരു സർക്കാർ തൊഴിൽ എന്ന് പറയുന്നതിന് ഒരു സംവരണമാണ്. ആ സംവരണത്തിലൂടെയാണ് അവർ ആ സർക്കാർ തൊഴിലിലേക്ക് എത്തുന്നത്. എന്നാൽ ഈ പൊതുമേഖലയെ അപ്പാടെ സ്വകാര്യവൽക്കരിക്കുന്നതോടെ അത് വിമാനത്താവളങ്ങളും അതേപോലെ തുറമുഖങ്ങളും പിന്നെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ സ്വകാര്യ കമ്പനികൾക്ക് തീർന്നെഴുതി കൊടുക്കുമ്പോൾ അവിടെ ആ ഒരു സംവരണം കൂടിയാണ് അടയുന്നത്. അപ്പോൾ താഴെത്തട്ടിലുള്ള യുവാക്കൾക്ക്, ഈ പറയുന്ന പിന്നോക്ക വിഭാഗത്തിലുള്ള യുവാക്കൾക്ക് ഒരു സുരക്ഷിതമായ തൊഴിലിനുള്ള അവസാന സാധ്യതകൾ കൂടിയാണ് ഈ പറയുന്ന തീവ്ര സ്വകാര്യവൽക്കരണത്തിലൂടെ മോഡി സർക്കാർ ഇല്ലാതാക്കിയത്. അപ്പോൾ അതെല്ലാം ഈ പറയുന്ന ജാതി മത ഭേദമന്യേ ചെറുപ്പക്കാരിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിലെ യുവാക്കളിൽ ഈ പറയുന്ന സർക്കാരിനുള്ള ഒരു വിപ്രതിപത്തി സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഈ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിനായി പോകുമ്പോൾ ചെറുപ്പക്കാരോട് എന്താണ് അഭിപ്രായം, എന്താണ് നിലപാട് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ പ്രശ്നം തൊഴിലില്ലായ്മ തന്നെയാണ് എന്നവർ ഉറച്ചു പറയുന്നുണ്ട്. അക്തിമത് പദ്ധതിക്കെതിരെ അവർ രൂക്ഷമായ ഭാഷയിൽ അവർ അതിനെ വിമർശിക്കുന്നുമുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഒരു മാറ്റത്തിന്, ജനങ്ങളുടെ പൊതുവിലുള്ള ഒരു ചിന്താഗതിയിൽ ഒരു മാറ്റത്തിന് അത് കാരണമായി. ഒപ്പം തന്നെ കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും ഈ കാർഷിക നിയമത്തിനെതിരെ കർഷകർ ഉയർത്തിയ സമരം, അതേപോലെ ഗുസ്തി താരങ്ങൾ ഉയർത്തിയ പ്രക്ഷോഭം, ഇതൊക്കെ തന്നെ കർഷക സമൂഹത്തിൽ പൊതുവെയും അത് കൂടാതെ BJPയുടെ വോട്ട് ബാങ്കായിരുന്ന ചില ജാതി വിഭാഗങ്ങളിൽ പ്രത്യേകിച്ചും വലിയൊരു രാഷ്ട്രീയ ചിന്താഗതി ഒരു വലിയ മാറ്റത്തിന് കാരണമായി. അതേപോലെ ഗുജറാത്തിലെ പുരുഷോത്തം റുപാല എന്ന BJP നേതാവ് നടത്തിയ ചില പരാമർശങ്ങൾ ഇവരുടെ ആ ഒരു കുത്തക വോട്ട് ബാങ്കായ ക്ഷത്രിയ സവർണ വോട്ട് ബാങ്കിൽ വലിയ സ്വാധീനം പ്രശാന്ത്, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇതിനു മുമ്പ് പുറത്തു വന്നിട്ടുള്ള അഭിപ്രായ സർവേകളൊക്കെ എടുത്ത് പരിശോധിച്ചാലും അതിൽ BJPയുടെ വിജയമാണ് പൊതുവെ പ്രവചിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാം. ഇപ്പൊ CSDS ഹിന്ദു സർവേയെ കുറിച്ച് പറഞ്ഞു. ആ സർവേയിൽ 20% ആളുകൾ രാമക്ഷേത്ര നിർമ്മാണം BJPയുടെ വലിയ നേട്ടമാണെന്ന് അഭിപ്രായപ്പെടുന്നു. അത്രയും തന്നെ ആളുകൾ വിലക്കയറ്റം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാക്കി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എങ്കിലും രാമക്ഷേത്രം അവരുടെ ഒരു മേജർ അച്ചീവ്മെന്റ് ആണെന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളെ കൂടുതലായി കാണാം. സർവേകളെല്ലാം തന്നെ ഇവരുടെ തന്നെ വിജയം പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ വളരെ വേഗത്തിൽ ഹെയ്റ്റിനെ കൺസ്യൂം ചെയ്യാൻ ശേഷിയുള്ള ഒരു സൊസൈറ്റിയെ അവർ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടല്ലോ ഈ കാലം കൊണ്ട്. സോ അതിനകത്ത് അതൊന്ന് റീചാർജ് ചെയ്താൽ തീരുന്ന പ്രശ്നമല്ലേ BJPക്ക് ഉള്ളൂ എന്ന് ചോദിക്കാൻ ഞാൻ. നിഷാദ്, നോക്കി രാമക്ഷേത്രവും രാമക്ഷേത്ര നിർമ്മാണവും ഒക്കെ ഉത്തരേന്ത്യയിലെ ഹിന്ദു ജനവിഭാഗങ്ങൾക്കിടയിൽ അത് അവർക്ക് സ്വാഗതാർഹമായ ഒരു കാര്യം തന്നെയാണ്. അതിന് അവർക്ക് യോജിപ്പില്ല. പക്ഷെ അത് ഇലക്ഷൻ അജണ്ടയാക്കി മാറ്റുന്നതിൽ BJPക്ക് എത്രമാത്രം സക്സസ് ഉണ്ടായി എന്നത് തന്നെയാണ് ചോദ്യം. അവിടെ രാമക്ഷേത്രത്തെക്കാൾ ഈ പറയുന്ന ജീവൽ സംബന്ധിയായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകാവുന്ന ഒരു കാര്യം, രാമക്ഷേത്രത്തെക്കാൾ അപ്പുറം വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അടക്കമുള്ള വിഷയങ്ങളാണ് ചർച്ചയായി മാറുന്നത് എന്നതാണ്. പിന്നെ മറ്റൊന്നുള്ളത്, നിഷ ഇവിടെ ചൂണ്ടിക്കാട്ടിയ പോലെ അഭിപ്രായ സർവേകൾ എന്ന് പറയുന്നത് നമുക്കറിയാം അധികവും ഈ മോഡി അനുകൂല മാധ്യമങ്ങളുടേതായ സർവേകളാണ്. അതിൽ പറയുന്ന കണക്കുകൾ അല്പം പോലും യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നതല്ല. CSDSന്റെ ഒരു സർവേ മാത്രമാണ് അല്പമെങ്കിലും ഒരു നമുക്ക് വിശ്വസിക്കാവുന്ന തരത്തിലുള്ള ഒരു സർവേ ഉണ്ടായിരുന്നത്. അതിലും അവർ മോഡിയുടെ ഒരു തുടർ ഭരണം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, ഇലക്ഷനിലേക്ക് നടക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ തന്നെയായിരുന്നു പൊതുവിലുണ്ടായിരുന്ന ചിന്ത. എന്നാൽ പ്രചാരണം കൊടുമ്പിരി കൊണ്ട ഒരു ഘട്ടത്തിൽ, അത് ഏറ്റവും മൂർച്ഛത്തിൽ എത്തിയ ഒരു ഘട്ടത്തിൽ അവിടെ ഈ പറയുന്ന താഴെത്തട്ടിൽ മറ്റ് വിഷയങ്ങൾ പല വിഷയങ്ങളായി ഉയർന്നു വരികയും അത് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും BJPക്ക് ഒരു പ്രശ്നമായി തീരുകയും ചെയ്തു. അപ്പോൾ BJP ലക്ഷ്യം കണ്ടത് ഉത്തരേന്ത്യയിലെ സീറ്റ് നില വലിയ പരിക്കില്ലാതെ നിലനിർത്തുക, ഒപ്പം തെക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുക. എന്നാൽ സംഭവിച്ചെന്താ വെച്ചാൽ ഉത്തരേന്ത്യയിലെ അവരുടെ മാക്സിമം പൊസിഷനിൽ അവർക്ക് ഇടിവ് സംഭവിക്കുകയാണ്. ആ ഇടിവ് എത്രമാത്രം എന്ന് നോക്കിയപ്പോൾ പറയാൻ പറ്റില്ല എങ്കിൽ പോലും രാജസ്ഥാനിലും ബീഹാറിലും പ്രധാനപ്പെട്ട കാര്യമാണ്. BJP അനുകൂല സ്ഥാപനങ്ങളുടെ സർവേ റിപ്പോർട്ടുകൾ എന്ന പ്രശ്നമുണ്ട്. ഒപ്പം ഉത്തരേന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ, ഹിന്ദി മാധ്യമങ്ങളുടെ സമീപനത്തിലുണ്ടായിട്ടുള്ള മാറ്റം കൂടി ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നുന്നു. പ്രസാദ്, ഞാനൊന്ന് പറയാം. പ്രിന്റു, സത്യത്തിൽ നിങ്ങൾക്ക് കുറച്ച് പേടിയുണ്ടോ? വിചാരിച്ചതിലും കൂടുതൽ 2019 പറഞ്ഞതിനേക്കാളും വലിയ വർഗീയതയും നുണയും നിങ്ങളുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടിറങ്ങി നടന്ന് പറയുകയാണല്ലോ. അപ്പോൾ 10 വർഷം ഭരിച്ചു, ഞാൻ ഉണ്ടാക്കിയതൊക്കെ കാണൂ, ഞാൻ നിങ്ങൾക്ക് നൽകിയതൊക്കെ കാണൂ എന്ന് പറയാതെ നിരന്തരമായി ഇങ്ങനെ നുണകൾക്ക് മേലെ നിർമ്മിച്ച വർഗീയത ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇപ്പോൾ ജെനുവിൻ വർഗീയത പോലും മനസ്സിലാവും. നുണകൾക്ക് മേലെ നിർമ്മിച്ച വർഗീയത ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് സത്യത്തിൽ നിങ്ങൾക്ക് മര്യാദയ്ക്കാണെങ്കിലും വോട്ട് കിട്ടില്ല എന്നുള്ള പേടി കൊണ്ടാണോ പ്രിന്റു? ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല സാർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ ഇപ്പോഴും ഇപ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകനായിക്കോട്ടെ, ആം ആദ്മി പ്രതിനിധി ആയിക്കോട്ടെ, നമ്മളുടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയൊക്കെ ഇപ്പോഴും അവർ 4-ാം തീയതി വരെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആഖ്യാനങ്ങൾ ചമച്ച്, ചമൽക്കാരങ്ങൾ ചമച്ച് മോഡി വരില്ല എന്നും BJP വരില്ല എന്നൊക്കെ പറഞ്ഞിരിക്കാനും ആത്മനിർവൃത്തി കൊള്ളാനുമുള്ള അവകാശമൊക്കെ അവർക്കുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അവരുടെ അവകാശമാണല്ലോ, അങ്ങനെ ആത്മനിർവൃത്തി കൊള്ളട്ടെ.
പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഇലക്ഷൻ്റെ തുടക്കം മുതൽ ഇപ്പം 400+ എന്ന് ഞങ്ങൾ പറയുന്നു. 400+ എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? ഇന്ത്യ ചരിത്രത്തിൽ തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരിക്കലും തിരിച്ചു വരില്ല. അതിന് 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും ഈ രാജ്യത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നു. അതിൻ്റെ ആത്മവിശ്വാസത്തിൽ 3ാം ഘട്ടത്തിലേക്ക് പോകുന്നു. സ്വാഭാവികമായിട്ട് 4ാം ഘട്ടം നടക്കുന്ന 4ാം ഘട്ടത്തിലായിക്കോട്ടെ BJPയുടെ അപ്രമാദിത്വം നിലനിൽക്കുന്ന ഒരു 4ാം ഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളിപ്പോൾ പോളിംഗ് കുറഞ്ഞു, അതാണ് ഇവർ പറയുന്ന വലിയ പ്രധാനപ്പെട്ട ഇവർ സമാധാനം കൊള്ളുന്നത്. പോളിംഗ് കുറഞ്ഞത് BJPക്ക് എതിരാവും. എങ്ങനെയാണ് പോളിംഗ് കുറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് എതിരും കോൺഗ്രസിന് അനുകൂലമാവുക? BJPനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള സംഘടനാ സംവിധാനമുണ്ട്. ഞങ്ങൾ നിശ്ചയിക്കപ്പെട്ട വോട്ടും സീറ്റും ഞങ്ങൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ 3ാം ഘട്ടം കഴിഞ്ഞ സമയത്ത് അമിത്ഷാ ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞു 200+ സീറ്റ് ഞങ്ങൾ നേടിയിട്ടുണ്ട്. അത് നേടിയ സീറ്റാണ്. ഇനി ഇപ്പോൾ ഞങ്ങൾ നടക്കുന്ന 96 സീറ്റ്. ആ 96 സീറ്റിനകത്ത് കഴിഞ്ഞ തവണ BJPക്ക് 42 ആണെങ്കിൽ ഈ തവണ അത് 60+ ഞങ്ങൾ മാറും. ഞങ്ങൾ ഇപ്പോൾ നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു ഈ കോൺഗ്രസ് നിശ്ചയിക്കുന്ന കുഴിയിലേക്ക് നരേന്ദ്രമോദി വീണു എന്നല്ല, തിരിച്ചാണ് സംഭവിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. നരേന്ദ്രമോദി എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്ന എയിം അല്ലെങ്കിൽ ആ രാഷ്ട്രീയം കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അധികാരത്തിൽ വരുന്നുള്ള നിങ്ങളുടെ കോൺഫിഡൻസും മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ മഞ്ഞിന് തീപിടിക്കുന്ന വർഗീയത എങ്ങനെ പറയുന്നത്? എന്നുവെച്ചാൽ നുണ പറയുന്നത് എന്തിനാണ്? ഞാൻ ചോദിക്കുന്നത്. കോൺഫിഡൻസ് പറയുമ്പോഴല്ലേ പരസ്പരം നമ്മൾ വർഗീയത പറയാ, നുണ പറയാ. വർഗീയത നിങ്ങളുടെ ഒരു സ്കിൽ ഏരിയയാണ്, നിങ്ങളുടെ ഏരിയയാണ്. ഞാൻ അതിൽ തർക്കത്തിലില്ല. വർഗീയത കാര്യത്തിൽ നിങ്ങളോട് തർക്കത്തിലില്ല. ഞങ്ങളുടെ ഒരു സ്കിൽ പറയുന്നത് ഞങ്ങളുടെ ഒരു സ്കിൽ ഏരിയയുമല്ല വർഗീയത. ഞങ്ങൾ വികസനം പറഞ്ഞുകൊണ്ടാണ് ഈ രാജ്യത്തെ ജനങ്ങളെ നേരിടുന്നത്. പിന്നെ കോൺഗ്രസ് പറയുന്ന വർഗീയതയെ, ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കാര്യങ്ങളെ, അതിനെ ഞങ്ങൾ നരേന്ദ്രമോദി അഡ്രസ് ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നം. എവിടെ അഡ്രസ് ചെയ്യുന്നു നരേന്ദ്രമോദി? കോൺഗ്രസിന്റെ പ്രകടനപത്രികയെ കുറിച്ച് നരേന്ദ്രമോദി എല്ലായിടത്തും പറയുന്നു, നോക്കൂ അവരുടെ പ്രകടന പത്രികയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇത് പറഞ്ഞാണ് അദ്ദേഹം മിക്ക വർഗീയതയും പറയുക. ഈ പറഞ്ഞത് മുഴുവൻ നുണയാണ്. അദ്ദേഹം ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ കുറിച്ച് നോക്കൂ, ഈ പിന്നോക്കക്കാരായ മനുഷ്യർക്ക് ഗവൺമെന്റ് കോൺട്രാക്ടുകളിൽ തത്തുല്യമായ പങ്കാളിത്തം ഞങ്ങൾ ഉറപ്പാക്കുമെന്ന് പറഞ്ഞതിനെ മുസ്ലിങ്ങൾക്ക് ഇതാ ഗവൺമെന്റ് കോൺട്രാക്ടുകളിൽ കോട്ട നിശ്ചയിച്ചിരിക്കുന്ന പച്ച നുണ. ആരാ പറയുന്നേ? മോദി പറയാണ്. സാമ്പത്തിക അസമത്വം ഞങ്ങൾ ഇല്ലാതാക്കും എന്ന് വെച്ചാൽ അംബാനി അദാനി മാത്രമായിട്ട് കാശുണ്ടാക്കുന്ന ഏർപ്പാട് നിർത്തും, എല്ലാവരുടെയും കയ്യിൽ പൈസ ഉണ്ടാവും എന്ന് പറഞ്ഞതിനെ നിങ്ങളുടെ താലിമാല ഇതാ പറിച്ചെടുത്ത് അപ്പുറത്ത് കൊടുക്കാൻ പോകുന്നു. നുണയാണ്. ഞാനൊരു 10 ഉദാഹരണം താങ്കൾക്ക് പറഞ്ഞുതരാം. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നു എന്ന പേരിൽ ആരാധ്യനായ പ്രധാനമന്ത്രി പറഞ്ഞ നുണ 10 എണ്ണം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ എന്തിനാണ് സാർ ഈ ചീഞ്ഞ വർഗീയത പറയുന്നത്? നിങ്ങൾക്ക് ഇത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്റെ ചോദ്യം. ഒരു വർഗീയതയും ഞങ്ങൾ പറയും. ഇവിടെ വർഗീയത പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കിയതാരാണ്? അയോധ്യ ക്ഷേത്രത്തിന്റെ പേരിൽ, പേരിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ മുസ്ലിങ്ങൾക്ക് ഗവൺമെന്റ് കോൺട്രാക്ടുകളിൽ പ്രത്യേക കോട്ട ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല ഞാൻ പറയട്ടെ, ഇതല്ലല്ലോ വിഷയം, അതല്ലല്ലോ, അത് മാത്രമല്ലല്ലോ നിങ്ങൾ ഉണ്ടാക്കിയ വിഷയം ഉണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? പ്രധാനമന്ത്രി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ പ്രിന്റിനോട് ചോദിക്കുന്നത്. പ്രിന്റിനോട് ഞാൻ ചോദിക്കുന്നത് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യത്തെക്കുറിച്ചാ. അല്ല സാർ, പ്രധാനമന്ത്രി പ്രസംഗിച്ച കാര്യത്തെക്കുറിച്ചാ. മംഗൾ സൂത്രങ്ങൾ എന്താണ്? താലിമാല പിടിച്ചെടുത്ത് അപ്പുറത്തുള്ളവർക്ക് കൊടുക്കും എന്ന് പറയുന്നത് എവിടെയെങ്കിലും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുണ്ടോ? അതെന്റെ ചോദ്യം. അല്ല കോൺഗ്രസ് അല്ല, എന്താ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു പ്രസംഗത്തിനകത്ത് ഒരു ആഖ്യാനം ചമച്ചിട്ട് പറയുന്നതിന് നിങ്ങൾ വർഗീയത പറയുന്നത് വർഗീയമാക്കാൻ 10 വർഷം ഈ നാട് ഭരിച്ചിട്ട് ഹിന്ദു ജനസാമാന്യത്തിന്റെ സംരക്ഷക വേഷം കെട്ടിയിട്ട് ഇപ്പോഴും പറയാണ് ദാ നമ്മളെ പേടിപ്പിക്കാൻ അവര് വരുന്നു. എന്തിനാ ഞാൻ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആരും പേടിപ്പിക്കാൻ വരുന്നു എന്നല്ല പറഞ്ഞത്. കോൺഗ്രസ്സുകാർ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നടപ്പിലാക്കാൻ പോകുന്നു. അത് ഈ രാജ്യത്തിന് അപകടമാണ്. അത് കോൺഗ്രസ് എവിടെ പറഞ്ഞു? ഞാൻ പറയട്ടെ, ഇത് കോൺഗ്രസ് ആർട്ടിക്കിൾ 370 റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നു മോദി പ്രസംഗിച്ചു. അവരുടെ പ്രകടന പത്രികയിൽ അങ്ങനെ പറയുന്നു എന്ന് ഞാൻ പറഞ്ഞത് മോദി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നു എന്ന മട്ടിൽ പ്രസംഗിച്ചതിനെ കുറിച്ചാ. ഒറ്റ കാര്യം ചോദിക്കട്ടെ പ്രിന്റു, നിങ്ങൾ പറഞ്ഞല്ലോ കോൺഗ്രസ് ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ പ്രായത്തിനൊപ്പിച്ചുള്ള സീറ്റ് പോലും നേടാൻ പോകുന്നില്ല എന്നാണ് മോദി പ്രസംഗിക്കുന്നത്. കോൺഗ്രസിന്റെ കഥ കഴിഞ്ഞു, കോൺഗ്രസ് തിരിച്ചു വരാൻ പോകുന്നില്ല. പ്രസംഗങ്ങളിൽ മുഴുവൻ കോൺഗ്രസിനെ കുറിച്ചാണ് പറയുന്നത്. പ്രസംഗങ്ങളിൽ മുഴുവൻ കോൺഗ്രസ് എങ്ങാനും തിരിച്ചു വന്നേക്കുമോ എന്ന ഭീതിയാ പറയുന്നത്. പ്രസംഗങ്ങളിൽ മുഴുവൻ കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ കുറിച്ചാണ് പറയുന്നത്. കോൺഗ്രസ് അങ്ങനെ തിരസ്കരിക്കപ്പെട്ട ഒരു പാർട്ടിയാണെങ്കിൽ, ഒരു സാധ്യതയുമില്ലാത്ത പാർട്ടിയാണെങ്കിൽ എന്തിനാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് പേടിയുണ്ട് അവരെ? ഇപ്പോ
അല്ല, കോൺഗ്രസ് തിരസ്കരിക്കപ്പെടുകയല്ല, നാമാവശേഷമാക്കുക എന്നുള്ളത് BJP-യുടെ ദൗത്യമാണ്. ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന, ജാതീയതയുടെ പേരിൽ, വർഗീയതയുടെ പേരിൽ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ തമ്മിലടിപ്പിക്കുന്ന ഈ പ്രസ്ഥാനത്തെ നാമാവശേഷമാക്കേണ്ടത് BJP എന്ന പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്തമാണ്. സ്വാഭാവികമായിട്ട് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെയാണ് നരേന്ദ്രമോദി അഡ്രസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, നരേന്ദ്രമോദി എന്താണ് രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുക്കാത്തത്. രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുക്കാനുള്ള ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഞാൻ പറയുന്നത് പ്രിന്റു ഈ പൊതുവേദികളിൽ നിന്ന് നുണ പ്രസംഗിക്കുന്നത് പോലെ ഒരു അക്കാഡമിക് ഡിസ്കഷനിൽ വന്നെന്ന് സംസാരിക്കാൻ പറ്റുമോ? ജഡ്ജിമാരും മാധ്യമപ്രവർത്തകരും ഒക്കെ മോണിറ്റർ ചെയ്യുന്ന ഒരു ഡിസ്കഷനിൽ വന്നിരുന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഞാൻ പറഞ്ഞ ഇതാണ് പ്രിന്റു, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞു പ്രസംഗിച്ചത് മുഴുവൻ നുണയാണ്, കല്ല് വെച്ച നുണ. അത് ഒരു ടേബിൾ ഡിസ്കഷനിൽ പോയി പറഞ്ഞാൽ മോദി വിവരം അറിയും. ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നോക്കൂ, സത്യോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന പേരിൽ പ്രസംഗിച്ചത് മുഴുവൻ നുണയാണ്, മുഴുവൻ നുണ. ഞാൻ ചലഞ്ച് ചെയ്യുന്നു പ്രിന്റുവിനെ. അല്ല, ഒരു നുണയുമില്ല സാർ, ഒരു നുണയുമില്ല. പ്രഖ്യാപിതമായ കോൺഗ്രസിന്റെ നിലപാടാണ് പറഞ്ഞത്. ഞാൻ അതിന് മറുപടിയിലേക്ക് ഒറ്റ ഇടവേള വേഗം തിരിച്ചു പ്ലീസ്. ചർച്ചയിലേക്ക് വീണ്ടും സിരാജു പി നായർ. സത്യത്തിൽ ഈ ഉത്തരേന്ത്യയിൽ തങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി പ്രവർത്തിക്കും എന്ന് മോദി വിചാരിക്കുന്ന ഈ ഹെയ്റ്റ് സ്പീച്ച്, അതിനെ മറികടക്കൽ അത്ര ഈസിയാണോ? ഒന്ന്, ദശാബ്ദങ്ങൾ കൊണ്ട് ഇവിടെ വിത്തുപാകി മുളപ്പിച്ചെടുത്ത ഒന്നാണ് ഈ വിഭജനാശയം എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്നു കഴിഞ്ഞ 10 വർഷം കൊണ്ട് മോദി അൺപോപ്പുലർ ആയിട്ടുണ്ട്, മോദി സർക്കാരിൻ്റെ നയസമീപനങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും സമീപ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർ വിജയിച്ചതാണ് നമ്മൾ കാണുന്നത്. മധ്യപ്രദേശിൽ പോലും അപ്രതീക്ഷിതമായ പടുകൂറ്റൻ വിജയം മോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സംഘപരിവാരം നേടിയെടുക്കുന്നത് നമ്മൾ കാണുകയാണ്. ഗുജറാത്തിലടക്കം എത്രയോ വർഷമായിട്ട് അവർ തുടർന്നു അവിടെ അൺപോപ്പുലർ ആവുന്നില്ല, അല്ലെങ്കിൽ അവിടെ സർക്കാർ ജനങ്ങളാൽ അസ്വീകാരനാവുന്നില്ല. അതുകൊണ്ട് മോദിയെ ജനങ്ങൾക്ക് മടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് ഒക്കെ ആയിരിക്കും അതെന്തുമാത്രം ശരിയായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ളതാണ് ആ അനാലിസിസ് ഈ തെരഞ്ഞെടുപ്പിൽ? കാരണം മോദി അല്ലേ സത്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിൽപ്പന മൂല്യമുള്ള ബ്രാൻഡ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരാൾ. ഞാൻ അതിലേക്ക് എത്താം. അതിന് മുമ്പ് ഒരു മിനിറ്റ് ഞാൻ ഈ BJP പ്രതിനിധിക്കുള്ള മറുപടി എന്ന് പറഞ്ഞിട്ട്, ഒന്ന്, കോൺഗ്രസ് തകരും എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ സിഫോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസിന്റെ ഇപ്പം നേരത്തെ ഇവിടെ ശ്രീ പ്രശാന്ത് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതിന്റെ ഏറ്റവും താഴത്തെ നിലയിലേക്ക് വന്നതാണ്. അവിടുന്ന് കോൺഗ്രസ് തിരിച്ചു വരുന്നതിന്റെ സൂചനകൾ, ഒന്ന്, കർണാടകയിൽ ഏകദേശം 17 സീറ്റ് ജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന് തുടക്കത്തിലുള്ള ധാരണയെങ്കിൽ പിന്നീട് വന്ന പ്രജ്വൽ രേവണ്ണയുടെ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് അത് ഏകദേശം 25 സീറ്റോളം എത്താം എന്നുള്ള ഒരു നിലയിലേക്ക് കർണാടകത്തിൽ നിന്ന് കോൺഗ്രസ് നിൽക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. തെലങ്കാനയിൽ ഏകദേശം 14 സീറ്റ് രേവന്ത് റെഡ്ഡി 100% ഉറപ്പ് പറയുന്ന സീറ്റാണ്. നമുക്കറിയാം തെലങ്കാനയിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റം നമുക്കറിയാം. ആന്ധ്രാപ്രദേശിൽ പോലും അതിന്റെ ചലനങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മഹാരാഷ്ട്രയിൽ ശരത് പവാറിനോടും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെയോടും കാണിച്ച നീതികേട് എങ്ങനെയാണ് അവർക്ക് അനുകൂലമായിട്ട് മാറുന്ന ഒരു സാഹചര്യം എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടു. ബീഹാർ, ഇപ്പൊ ഇവിടെ ശ്രീ പ്രശാന്ത് സൂചിപ്പിച്ചു, ഞാൻ ഈ ഭാരത് ജോഡോ യാത്രയുടെ മുഴുവൻ സമയം പങ്കെടുത്ത ഒരാളാണ്, ആ യാത്രയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ജാർഖണ്ഡ്, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അഗ്നിവീറിന്റെ ഭാഗമായി മാറി ചതിക്കപ്പെട്ട യുവാക്കൾ വലിയ തോതിൽ ആ യാത്രയിലേക്ക് കടന്നു വന്നതാണ്. അവർക്ക് ചതിക്കപ്പെട്ടു എന്നുള്ള വലിയ കൃത്യമായിട്ടുള്ള ഒരു ഫീലിംഗ് തന്നെ അവർക്കുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ മാറ്റം വരുത്താൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ രാഹുൽ ഗാന്ധിയോടുള്ള ഡിബേറ്റ്, എൻ്റെ ശ്രീ പ്രിന്റു, നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം രാഹുൽ ഗാന്ധിയെ ഷെഹസാദ എന്നോ മറ്റെന്നോ പറഞ്ഞോ വിശേഷിപ്പിച്ചുകൊണ്ട് തീർക്കാത്ത ഒരൊറ്റ പ്രസംഗം നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? നിങ്ങൾക്കുള്ള ടാസ്ക്കാണ്, ഒരൊറ്റ പ്രസംഗം കാണിക്കും. നിങ്ങൾക്ക് ഈ ചർച്ചയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല, ഒളിച്ചോടേണ്ടി വരും. കാരണം ഞാൻ പറയില്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അത് അദ്ദേഹം പറഞ്ഞിട്ടല്ല, മറ്റ് ആൾക്കാർ ഒരു ചർച്ചയ്ക്ക് വിളിച്ചതിന്, ഒരു സംവാദത്തിന് വിളിച്ചിട്ട് അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തു. അയാളോട് ഞാൻ സംസാരിക്കേണ്ട കാര്യമാണ്, ഒരു MP മാത്രമാണെന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യത്തിലുള്ള ഏറ്റവും വലിയ രാഹുൽ ഗാന്ധി
നിങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ നോക്കൂ സാർ. എന്നിട്ട് അങ്ങനത്തെ പ്രധാനമന്ത്രിയുമായിട്ട് ഈ കുട്ടികളി തമാശ ഞാൻ ധൈര്യമുള്ളതാണ് അമേഠിയിൽ രാഹുൽ ഗാന്ധിക്ക് ഞാൻ പറയട്ടെ, ഈ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ടെങ്കിൽ നിങ്ങൾ അമേഠിയിൽ മത്സരിക്കേണ്ടതല്ലേ? അതുപോട്ടെ, സംവാദത്തിന്റെ കാര്യത്തിൽ സംവാദം വിവരങ്ങളെ വസ്തുതകളെ ചരിത്ര സംഗതികളെ മുന്നിൽ വെച്ചുള്ള സംവാദം എന്ന് പറയുന്നത് മോദി ഓപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഒരു ഘട്ടത്തിലും അദ്ദേഹം ചോദ്യങ്ങളെ എടുക്കുന്ന ആളല്ല, നമുക്കറിയാം. അതുകൊണ്ട് അതിൽ നേരെ നിൽക്കണം തോന്നുന്നില്ല. ഞാൻ പറയട്ടെ നിഷാദ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കൊക്കെ സംവാദപരമായി ചോദ്യം ചെയ്യാൻ അവസരം കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് പറയട്ടെ പ്രിന്റു, അങ്ങ് ഇത്ര അങ്ങ് രാഹുൽ ഗാന്ധിന്റെ പേര് കേടുമ്പോ ഈ നരേന്ദ്രമോദിയുടെ മുട്ട് തൃശൂർ പൂരത്തിന് തകിലടിക്കുന്ന പോലെ അങ്ങും തുടങ്ങല്ലേ. തൃശൂർ പൂരത്തിന് നരേന്ദ്രമോദിയെ കൊണ്ട് നിർത്തിയിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ മതി, തകിടടിക്കുന്ന ശബ്ദം വരും. ആ രീതിക്ക് പോവല്ലേ, അങ്ങ് അടങ്ങൂ. ഞാൻ പറയട്ടെ, ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MP 42 മിനിറ്റ് പ്രസംഗിച്ചതിന് ശേഷവും 72 മിനിറ്റ് അദാനി എന്നുള്ളൊരു പേര് പോലും പറയാത്ത നരേന്ദ്രമോദിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ട് പച്ചക്കള്ളം പറയുന്നത്. എങ്ങനെ? അങ്ങ് ഇല്ലാണ്ടാക്കിയ കള്ളപ്പണം അറിയില്ലേ? നോട്ട് നിരോധനത്തിലൂടെ ഇന്ത്യയിലെ കള്ളപ്പണം ഇല്ലാതെയാക്കിയ പ്രധാനമന്ത്രി പറയുകയാണ് അദാനി ട്രക്ക് ലോഡ് ഓഫ് കള്ളപ്പണം കൊണ്ട് കോൺഗ്രസിന് കൊടുക്കുന്നു. ഇത്രയും അധമ രാഷ്ട്രീയം പറയുന്ന നെറികെട്ടവനായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറിയില്ലേ? അതുകൊണ്ട് ദയവേത് നിങ്ങൾ ആ നെറികേടിന്റെ ഒരു വക്താവായിട്ട് മാറരുത്. ജനങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. ഇനി നിഷാദ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. നിഷാദ്, ഈ തെരഞ്ഞെടുപ്പ്, ഞാൻ ഒരു കാര്യം പറയാം, ഒരു വലിയ അപ്രമാദത്വമൊന്നുമില്ല. ഇന്ത്യ ഒരിക്കലും വർഗീയ രാഷ്ട്രീയത്തിന് കീഴ്പ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ത്യ കീഴ്പ്പെട്ടിട്ടില്ല വർഗീയ രാഷ്ട്രീയത്തിന്. അതിന് എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ പറയാം. കാരണം അമേരിക്കയിലാണെങ്കിൽ ട്രംപും ബൈഡനും കൂടി നടന്ന തെരഞ്ഞെടുപ്പിൽ 51% ലഭിച്ചാൽ, അത് ശരി ട്രംപും ബുഷും കൂടി നടന്ന തെരഞ്ഞെടുപ്പിൽ 51% ലഭിച്ചാണ് അദ്ദേഹം പ്രസിഡന്റ് ആവുന്നത്. അവിടെ തീവ്രവാദ രാഷ്ട്രീയത്തിന് കീഴ്പ്പെട്ടു എന്ന് പറയാം. ഇന്ത്യയിൽ 142 കോടി ജനങ്ങളുള്ള രാജ്യത്ത് അതിന്റെ 42% മാത്രം വോട്ട് ചെയ്തപ്പോൾ അതിന്റെ 38% മേടിച്ച് ജയിച്ച പ്രധാനമന്ത്രി ആയാലാണ് നരേന്ദ്രമോദി. എന്ന് വെച്ചാൽ 142 കോടി ജനങ്ങളുള്ള രാജ്യത്ത് 22 കോടി വോട്ട് മാത്രം ലഭിച്ച ആളാണ് നരേന്ദ്രമോദി. ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നത് എന്താ? ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എപ്പോഴും ഉപയോഗിച്ച തന്ത്രം പ്രതിപക്ഷത്തെ ഭിന്നിപ്പിച്ച് നിർത്തുക എന്ന് പറയുന്ന ആ തന്ത്രം ഫലിച്ചില്ല. ഈ രാജ്യത്ത് ഇന്ത്യ സഖ്യം വളരെ ശക്തമായിട്ട് ഫോം ചെയ്തു. അതോടുകൂടി നിഷാദ്, ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. വേഗം കട്ടായി പോയിട്ടാ, കട്ടായി പോയി. ഓക്കെ ഞാൻ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ എടുത്തു എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി വിനോദ്, നോക്കൂ, ഇവിടെ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് അദ്ദേഹം ആവർത്തിച്ച് പ്രകടമാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തെ കക്ഷികളെ, നിങ്ങൾ അഴിമതിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തുന്ന കക്ഷിയാണെങ്കിൽ നിങ്ങൾ അഴിമതിയുടെ കുണ്ടിൽ പോയി വീണിരിക്കുന്നു എന്ന് പറയാൻ മോദി കാരണങ്ങളെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം നേരത്തെയുള്ള മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗത്തെ എടുത്തു വയ്ക്കുന്നു. രാമക്ഷേത്രം ഞങ്ങൾ നിർമ്മിച്ചില്ല എന്ന് പറയുന്നു. രാംലല്ലയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള പ്രചാരണ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും അവരോടൊരു ചോദ്യവും ചോദിക്കുന്നില്ല. ഇന്ത്യയിൽ അതിൻ്റെ എന്താ പറയുന്നത്, സാധ്യമായതിൻ്റെ പരമാവധിയിൽ BJP അതിൻ്റെ കളി കളിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ആളുകളുടെ ജീവസന്ധാരണ പ്രശ്നങ്ങൾ അതിനും മേലെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് എന്തുമാത്രം ഉറപ്പാണ്? മോദി പറയുന്നത് ഇതുമാത്രമല്ലല്ലോ, ഞങ്ങൾ ഉജ്ജ്വൽ യോജന വരെ എല്ലാവർക്കും ഗ്യാസ് സിലിണ്ടർ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ കുടിവെള്ള പൈപ്പ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ നാഷണൽ ഹൈവേ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾ ജൻധൻ യോജന ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കൂ, നാരി ശക്തി പോലുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കതിൻ്റെ വസ്തുത വേറെയാണെങ്കിൽ കൂടിയും. അപ്പോൾ ഇത് ഒരു വശത്ത് ഡിവിസീവ് പൊളിറ്റിക്സിൻ്റെ മാക്സിമം, ഇപ്പുറത്ത് ഞങ്ങൾ ഇന്ത്യയെ വിശ്വഗുരുവാക്കി ഉയർത്തുന്നു, G20 തലപ്പത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു, റഷ്യ യുക്രൈൻ വാർ തടഞ്ഞു ഞങ്ങൾ, ഈ പ്രൊപ്പഗൻഡ ഒരു വശത്ത്. ഇതിൻ്റെ ഒരു ബ്ലെൻഡ് എന്തുമാത്രം BJP സഹായിക്കും? അതിനകത്ത് എന്തുമാത്രം എന്താണ് ഒരു എതിർവഴി സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും അതിന് ഉത്തരം പറയാം. അതിൽ തൊട്ട് മുമ്പ് സംസാരിച്ചതിനൂടെ മറുപടി പറഞ്ഞു പോകണമല്ലോ. 2 തവണ നിഷാദ് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വിൽപ്പന മൂല്യമുള്ള ബ്രാൻഡ് നരേന്ദ്രമോദിയാണ് എന്ന് പറഞ്ഞു വെച്ചു. ഞാൻ അങ്ങനെയല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. അത് വെറുതെ ഒരു
ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ ഒരു ഡിബേറ്റിനോ പറയുകയല്ല. ഞാൻ മനസ്സിലാക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വിൽപ്പന മൂല്യമുള്ള വിഷമാണ് നരേന്ദ്രമോദിയുടെ നാക്കെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ പ്രിന്റു തർക്കിച്ചിട്ട് കാര്യമില്ല. വിൽപ്പന മൂല്യമുള്ള വിഷം. കാര്യം എത്ര വിഷലിബ്ധമായ സ്റ്റേറ്റ്മെന്റുകളാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് പ്രിന്റു ഇപ്പൊ എന്നോട് വിനോദ് ഇത് രാത്രിയല്ല ഇത് പകലാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. ഒരു ഡിബേറ്റിന് വേണ്ടിയിട്ട് ഞാൻ വിശ്വസിക്കാം ഇപ്പൊ രാത്രിയല്ല വിനോദ് ഇത് പകലാണ്. പക്ഷേ ഞങ്ങൾ വർഗീയവാദികളല്ല, നരേന്ദ്രമോദി വർഗീയ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നയാളല്ല എന്ന് പറഞ്ഞാൽ ചിരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു പോകണമല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരുടെ ചരിത്രം, നമ്മൾ അടൽ ബിഹാരി വാജ്പേയി എടുക്കാം, BJPയുടെ പ്രധാനമന്ത്രിയായിരുന്നു. പുസ്തകം വായിക്കുന്ന, കവിത എഴുതുന്ന, ഏതാണ്ട് 12ഓളം ഭാഷകളിൽ സംസാരിക്കുന്ന ഒരു സ്റ്റേറ്റ്മാൻ ആയിരുന്നു അടൽ ബിഹാരി വാജ്പേയി. ഇവിടെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു, നമുക്കറിയാം മൻമോഹൻ സിംഗും നരസിംഹറാവും ഒക്കെ പ്രധാനമന്ത്രിയായിരുന്നു. ഞാൻ അവരുടെ മറ്റ് സവിശേഷ ഗുണങ്ങളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവരുടെ ഭാഷ, അവരുടെ ശുദ്ധി, അവർ ജനങ്ങളോട് സംസാരിക്കുന്ന മര്യാദ എത്രമാത്രം തന്മയത്വമുള്ളതും എത്രമാത്രം സ്നേഹസമ്പന്നമായിരുന്നു എന്നുള്ളതും, ഇദ്ദേഹം സംസാരിക്കുന്ന ഭാഷയും ബോഡി ലാംഗ്വേജും എത്രമാത്രം വർഗീയതയാണെന്നുള്ളത് പറഞ്ഞു പോകണ്ടേ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്താനായിട്ട് പോയി കമന്ന് വീഴുന്ന കണ്ട് കരഞ്ഞ എത്ര മനുഷ്യർ ഈ നാട്ടിലുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ, തീവ്ര ഹിന്ദുക്കളുടെ പ്രധാനമന്ത്രിയല്ലല്ലോ. ഹിന്ദു ആശയത്തിൽ വിശ്വസിക്കുന്ന എത്രയോ അല്ലെങ്കിൽ എത്രയോ. എന്താ പ്രശ്നം സാർ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ. നിങ്ങളെന്തിനാ ഇടയ്ക്ക് കയറുന്നത്? നിങ്ങളുടെ ടൈമിൽ ഞാൻ മിണ്ടിയിട്ടില്ലല്ലോ. നിങ്ങളോട് ഇരിക്കും. നിങ്ങൾക്ക് എന്തിനാണ് അസഹിഷ്ണുത? എന്തിനാണ്? ഞാൻ മനസ്സിലാകുന്ന കുറെ ദിവസങ്ങളായി BJPക്കാർക്ക് ഭയങ്കര അസഹിഷ്ണുതയാണ്. കാരണം ഈ കയ്യിൽ വന്ന എന്താ ചുണ്ടിനും അടുത്തിരുന്ന കപ്പ് നഷ്ടപ്പെട്ടു പോകുന്ന അസഹിഷ്ണുത എന്നോട് കാണിക്കാതെ. അങ്ങനെ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഒരു പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പോയി കമന്ന് വീഴുന്ന പൂജാരിമാരും ക്ഷേത്രത്തിൽ അതുമായി വിശ്വാസമുള്ളവരും, സാർ മനസ്സിലാക്കണം, ഇത് നിരീശ്വരവാദികളുടെ രാജ്യമാണിത്. ഒരു മതത്തിൽ വിശ്വസിക്കാത്ത രാജ്യമാണിത്. ഇസ്ലാം മത വിശ്വാസികളും ക്രിസ്ത്യാനികളും ജൈനന്മാരും പാഴ്സികളും സിഖും ഒക്കെ വിശ്വസിക്കുന്ന രാജ്യമാണിത്. ഒരു ഹിന്ദു തീവ്രവാദിയുടെ പ്രധാനമന്ത്രിയല്ല. അതാ ഞാൻ പറഞ്ഞത്. ആ ഇരിക്കുന്ന പൊസിഷൻ അവിടെ പോയി പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത് ഒരു പ്രധാനമന്ത്രി കേജ്രിവാളിന്റെ പ്രതിനിധിയായി വന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയല്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രി ടൈമിലല്ല നിങ്ങൾ മിണ്ടായിരിക്കണം. ഒന്നുമില്ല. പ്രധാനമന്ത്രി ഒരു കൊമ്പുമില്ല. നിങ്ങൾ മിണ്ടാതിരിക്കണം മിസ്റ്റർ, നിങ്ങൾ മിണ്ടാതിരിക്കണം. നിങ്ങൾ കാട്ടുകള്ളന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കൊണ്ട് അഴിമതിക്കെതിരെ വലിയ പറഞ്ഞയച്ചിട്ട് ജയിലിൽ പോയിട്ട് 22 ദിവസം പരോളിൽ വന്ന ആളുടെ പ്രതിനിധിയാണ് നിങ്ങള്. അപ്പൊ ആ ഒരു അത്ര ഇതൊന്നും സാർ. 22 ദിവസം പരോളിൽ വന്ന കാട്ടുകള്ളന്റെ പ്രതിനിധിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇലക്ട്രൽ ബോണ്ട് നിർത്തലാക്കിയ സുപ്രീം കോടതിയാണ്. ആ ഇലക്ട്രൽ ബോണ്ടിന് കാശ് വാങ്ങിച്ചവരുടെ കാശ് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതിന്റെ ഭാഗമായി ഇന്ത്യൻ ചരിത്രത്തിൽ നാണക്കേടുണ്ടാക്കിയ മുഖ്യമന്ത്രിയാണ് നിങ്ങളുടെ പ്രതിനിധി. എന്നിട്ട് വർഗീയവാദി, പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പോയ മനുഷ്യൻ, ഹിന്ദുക്കള്. നിങ്ങൾ കണ്ടവരെ ലോകകപ്പ് ക്രിക്കറ്റ് തോറ്റ സമയം ഡ്രസ്സിംഗ് റൂമിൽ വന്ന് മുഹമ്മദ് ഷമിയുടെ തോളിൽ ആശ്വസിപ്പിച്ച് കെട്ടിപ്പിടിച്ച മനുഷ്യൻ. അതേ മനുഷ്യൻ പറയുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, ഇന്ത്യ സഖ്യ അധികാരത്തിൽ വന്നാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നു പറയുന്ന വർഗീയവാദിയ മനുഷ്യൻ. പാകിസ്ഥാനിൽ വിജയാഹ്ലാദം, ഇന്ത്യ സഖ്യം വന്നാൽ പാകിസ്ഥാനിൽ വിജയാഹ്ലാദം. കാര്യമല്ല. മോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്കിൽ ഏരിയ അതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്റെ സമയം അവസാനിക്കുന്നു. വിനോദ്, ഞാൻ ഇടപെടാൻ നിർബന്ധനാവുകയാണ്. പ്രശാന്ത്, ഞാൻ ചോദിക്കുന്നത്, പ്രശാന്ത്, ഈ നമ്മൾ നേരത്തെ തുടക്കത്തിൽ കണ്ടത് നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ സഖ്യവും പാർട്ടിയും BJPയും എല്ലാം കൂടി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നു, പ്രതിപക്ഷത്തിന് പോലുമില്ല കോൺഫിഡൻസ് എന്ന ഒരു അന്തരീക്ഷമായിരുന്നു. ആ അന്തരീക്ഷം താഴെ തട്ടിൽ ചേഞ്ച് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതൊരു ശക്തിയുക്തമായിട്ടുള്ള മത്സരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്രവചനീയമായ ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്ന സിറ്റുവേഷൻ ഉണ്ടോ? സത്യത്തിലുണ്ടോ? അല്ല, നിഷ നോക്കൂ, താഴ്ത്തട്ടിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ BJP നേതാക്കളുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ അവരുടെ ഇലക്ഷൻ പ്രചാരണ രീതി ഏത് തരത്തിലേക്ക് മാറി എന്നത് മാത്രം നോക്കിയാൽ മതി. ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇലക്ഷനിലേക്ക് രാജ്യം നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ വികസനം മാത്രം പറഞ്ഞിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കും, വിശ്വഗുരു, മറ്റ് അങ്ങനെയൊക്കെയുള്ള പല ടേമുകൾ ഉപയോഗിച്ച് തന്റെ വികസന നേട്ടങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്ന നരേന്ദ്രമോദി 1ാം ഘട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്നാണെന്ന് തോന്നുന്നു
രാജസ്ഥാനിലെ അജ്മീറിൽ നടത്തിയ ഒരു പ്രസംഗത്തിലാണ് ആദ്യമായി തന്റെ ആ വർഗീയ മുഖം ഒരിക്കൽ കൂടി പുറത്തേക്ക് എടുത്തിട്ടത്. അവിടെ വെച്ചാണ് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്ക് മുസ്ലിം ലീഗിന്റെ സ്വഭാവമാണുള്ളത്, അവിടെ വെച്ചാണ് ഈ ഹിന്ദുക്കളുടെ താലിമാല പൊട്ടിച്ച് മറ്റ് മതവിഭാഗങ്ങൾക്ക് കൊടുക്കും, ഇങ്ങനെയൊക്കെയുള്ള കടുത്ത വർഗീയ പരാമർശങ്ങൾ മോഡി പറഞ്ഞു തുടങ്ങിയത് ഒന്നാം ഘട്ടത്തിന്റെ തൊട്ട് മുമ്പായാണ്. അപ്പോൾ ബി.ജെ.പിക്ക് അടിത്തട്ടിൽ നല്ല കേഡർമാരും മറ്റുമൊക്കെയുള്ള ഒരു പാർട്ടിയാണ്, നല്ല പാർട്ടി സംവിധാനമുണ്ട്. അവർക്ക് ആ റിപ്പോർട്ട് കൃത്യമായി കിട്ടി. താഴെത്തട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ വലിയൊരു വികാരം സർക്കാരിനെതിരെയുണ്ട്. പ്രശാന്ത്, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം കുറയുന്നത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പ്രിന്റു പറയാണ്. സത്യത്തിൽ പോളിംഗ് ശതമാനം കുറയുന്നത് ഈ രാമക്ഷേത്രമൊക്കെ ഉണ്ടാക്കിയിട്ടും ഈ പൗരത്വ നിയമം കൊണ്ടുവന്നിട്ടും ഏക സിവിൽ കോഡ് പ്രഖ്യാപിച്ചിട്ടും ഒന്നും ഒരു മോദി അനുകൂല ആവേശം, ഒരു പ്രത്യേക തരംഗം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ സൂചനയാണോ? തീർച്ചയായും വിഷയമായി. കാരണം അങ്ങനെയൊരു ആവേശം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, മോഡിക്ക് അനുകൂലമായി വലിയൊരു തരംഗം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോളിംഗ് ശതമാനം നിസ്സംശയമായി കഴിഞ്ഞ ഇലക്ഷനേക്കാൾ ഉയരേണ്ടതായിരുന്നു. അത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഏത് രണ്ട് ശതമാനത്തിനടുത്ത് താഴുകയും ചെയ്തു. അപ്പോൾ ജനങ്ങളെ ബൂത്തിലേക്ക് എത്തിക്കുന്നതിൽ മോഡിക്കോ ബി.ജെ.പിക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പോളിംഗ് ശതമാനം വളരെ കുറവായിരുന്നു. കേരളത്തിൽ പോളിംഗ് ശതമാനം കുറവായിരുന്നു, തമിഴ്നാട്ടിൽ പോളിംഗ് ശതമാനം കുറവായിരുന്നു. അവിടെ എനിക്ക് പറയാനുള്ളത് പറയട്ടെ സുഹൃത്തേ, ഞാൻ പറഞ്ഞോട്ടെ. പോളിംഗ് ശതമാനം എന്തായാലും ബി.ജെ.പി പ്രതീക്ഷിച്ച പോലെ ഉയർന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി തന്നെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ജനങ്ങൾ ബൂത്തിലേക്ക് എത്തണം, വോട്ട് ചെയ്യണം എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തോതിലുള്ള ക്യാമ്പയിനുകളിലേക്ക് കടന്നു. മറ്റൊന്ന് ഇലക്ഷൻ കമ്മീഷന്റെ കാര്യമാണ്, പറയുന്നില്ല, അതിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുന്നില്ല. കാരണം കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ഓരോ ഘട്ടം കഴിയുമ്പോഴും വാർത്താ സമ്മേളനം നടത്തിയിരുന്ന ഇലക്ഷൻ കമ്മീഷൻ ഇത്തവണ വാർത്താ സമ്മേളനം നടത്തുന്നില്ല. അന്തിമ പോളിംഗ് കണക്ക് വരുന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ചയും 10 ദിവസവും ഒക്കെ പിന്നിടുമ്പോഴാണ് അന്തിമ കണക്ക് വരുന്നത്. അവസാനത്തെ പോളിംഗ് ശതമാനം ആ വോട്ടെടുപ്പ് നടന്ന ദിവസം 60 ആയിരുന്നെങ്കിൽ കമ്മീഷന്റെ അന്തിമ കണക്ക് 66 മറ്റും ഒക്കെ ആയിട്ട് ജമ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലുള്ള സംശയമൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട്. അതല്ലേ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്. അടുത്തിട്ട് മാറ്റമുണ്ടോ എന്നതാണ് നിഷാദിന്റെ ചോദ്യം. നിഷാദെ, രാഷ്ട്രീയ മാറ്റം ആദ്യം അറിയുന്നത് രാജ്യത്തെ കോർപ്പറേറ്റുകളാണ്, മുതലാളിമാരാണ്. ഒരു മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയാം. രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രസ്താവന മോഡി നടത്തി. അംബാനിയും അദാനിയും കോൺഗ്രസിന് ട്രക്ക് കണക്കിന് കള്ളപ്പണം എത്തിച്ചു കൊടുത്തു എന്നുള്ളത്. എന്തായാലും അംബാനിയുടെയും അദാനിയുടെയും ഒക്കെ സംഭാവന, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ ഒരു സംഭാവന പ്രതിപക്ഷ പാർട്ടി. അത് ക്ലിയറാണ് പ്രശാന്ത്, ആ പോയിന്റ് വളരെ ക്ലിയറാണ്. ഒന്ന്, മാധ്യമങ്ങളുടെ മേലാളന്മാർക്ക് ഉണ്ടാവുന്ന മാറ്റം, രണ്ട്, കോർപ്പറേറ്റുകളോടുള്ള മോദിക്കുണ്ടാവുന്ന സമീപന മാറ്റം. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഒപ്പം ബി.ജെ.പി നേതാക്കളുടെ ഭാഗത്തുണ്ടാവുന്ന കോൺഫിഡൻസ് കുറഞ്ഞ പ്രതികരണങ്ങളും. എൻ്റെ സമയം ഒന്ന് കടന്നു പോയതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എനിവേ, താങ്ക് യു. സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. താങ്ക് യു എം പ്രശാന്ത്, രാജു പി നായർ, പ്രിന്റ് ടു, വിനോദ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.